എല്ലാവർക്കും നമസ്കാരം. പ്രതാഗതയുടെ പുതിയൊരു സെഷനിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. ഏകദേശം ഒരു കൊല്ലം മുമ്പ് നമുക്ക് സൗന്ദര്യലഹരിയുടെ ഒരു സെഷൻ നമ്മൾ നടന്നത്. ഒരുപാട് പേര് ഒരുപാട് നാളത്തെ ആവശ്യം പറഞ്ഞ പ്രകാരമാണ് സെഷന്റെ രണ്ടാമത്തെ ഭാഗം, വീണ്ടും രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ ബാച്ച് വരുന്നത്. അപ്പോൾ ആ ഒരു ബാച്ചിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാണ്. ഇന്ന് വിദ്യാരംഭ ദിവസമായ ഇന്ന് തന്നെ ഇത് തുടങ്ങാം എന്ന് വിചാരിച്ചു. പലപ്പോഴും നമ്മുടെ സെഷൻസ് വളരെ ഷോർട്ട് പീരീഡിലാണെന്ന് പലപ്പോഴും പറയാറുണ്ട് അനൗൺസ് ചെയ്യുന്നത്. ഇത് വളരെ നേരത്തെ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു സെഷനാണ്. ഏകദേശം ഒരു 2-3 മാസം മുമ്പേ നമുക്ക് വിജയദശമിക്ക് തുടങ്ങിയാൽ മതി എന്ന് രാംജി പറഞ്ഞ പ്രകാരം തുടങ്ങിയിട്ടുള്ളൊരു പ്ലാൻ ചെയ്തൊരു സെഷനായിരുന്നു. അപ്പോൾ ആനന്ദത്തിന്റെ ഈ ലഹരിയിലേക്ക്, ആ ലഹരി നുണയാൻ വന്ന എല്ലാവരെയും എല്ലാവർക്കും വിജയദശമി ആശംസകൾ നേർന്നുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ്. നമുക്ക് ഈ സെഷൻ എടുക്കുന്നത് അഭിനവഗുപ്തയുടെ ഡയറക്ടറായ ഡോക്ടർ ആർ രാമാനന്ദാണ്. അദ്ദേഹമാണ് ഈ സെഷൻ നമുക്ക് വേണ്ടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇന്ന് മുതൽ നമ്മൾ ഈ സെഷൻ ആരംഭിക്കാൻ ഏകദേശം ഒരു 45 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ഈ സെഷനിലേക്ക് അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. രാംജി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. പ്രസിജി പറഞ്ഞ പോലെ ഒരു വർഷം മുമ്പാണ് സൗന്ദര്യലഹരി ക്ലാസ് ആദ്യമായിട്ട് എടുത്തത്. ആദ്യമായിട്ട് പറഞ്ഞാൽ ഒരു ലൈവ് സെഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ സെഷനായിട്ട് ആദ്യമായിട്ട് എടുത്തത് അപ്പോഴാണ്. അല്ലാതെ സൗന്ദര്യലഹരി നമ്മുടെയൊക്കെ സാധനാ ശിബിരങ്ങളിലും 1-to-1 ആയിട്ടൊക്കെ പലപ്പോഴും സംസാരിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് ഒരു ദീർഘമായ സെഷൻ എടുത്തത്. എനിക്ക് തോന്നുന്നു അതിലുള്ള കുറേ ആൾക്കാരൊക്കെ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട് വീണ്ടും കേൾക്കാൻ വേണ്ടിയിട്ട്. ശരി, അപ്പം എന്തായാലും ഒരു വർഷത്തിന് ശേഷമാണ് സൗന്ദര്യലഹരി വീണ്ടും എടുക്കുന്നത്. പക്ഷെ കഴിഞ്ഞ ഒരു വർഷത്തിൻ്റെ ആ സമയത്തിനുള്ളിൽ സൗന്ദര്യലഹരി ആസ്പദമാക്കി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തു എന്നുള്ളതാണ്. സൗന്ദര്യലഹരി ക്ലാസ് ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നമ്മൾ സൗന്ദര്യലഹരി ഉപാസനാ ക്രമം പഠിപ്പിക്കുന്ന ഒരു രീതി ഋതംബരയിൽ തുടങ്ങിയിരുന്നു. അപ്പോൾ വരുന്ന എല്ലാ മാസവും 30 പേർക്ക്, കുറേ പേരൊക്കെ ഇതിൻ്റെ അകത്ത് പഠിച്ചവരുണ്ട്, അവരെ കാണുന്നുണ്ട് ഞാൻ. എല്ലാ മാസവും 30 പേർക്ക് ഋതംബരയിൽ വന്ന് സൗജന്യമായി 3 ദിവസം താമസിച്ച് സൗന്ദര്യലഹരിയിലെ ഒരു ഉപാസനാ ക്രമം പഠിക്കാം എന്നുള്ളൊരു കാര്യം കുറച്ച് മുമ്പേ തുടങ്ങിയിരുന്നു. അത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ് നടന്ന സമയത്ത് ആ ക്ലാസ്സിൽ പങ്കെടുത്ത ആളുകൾക്ക് മുൻഗണനാക്രമം കൊടുത്തിട്ടാണ് ഇപ്പോൾ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ മാസവും സൗന്ദര്യലഹരി ഉപാസനാക്രമം ഋതംബരയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ക്ലാസ്സിലെ ആളുകളുടെ മുൻഗണന വെച്ചിട്ടാണ് അത് വെച്ച് പോന്നിട്ടുള്ളത്. 2 വേവ്സ് ഓഫ് ബ്ലിസ് എന്ന് പറയുന്നൊരു വലിയ പരിപാടി നമ്മൾ എറണാകുളത്ത് വെച്ച് ചെയ്തു. കുറച്ച് പേരൊക്കെ അതിൽ പങ്കെടുത്തു. നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ, ഇതിൽ കാണുന്ന ആൾക്കാരെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്, കുറച്ച് പേരെ കാണുന്നുണ്ട്. വലിയ പരിപാടി, ഹ്യൂജ് ആയിട്ടുള്ള പരിപാടി. വേവ്സ് ഓഫ് ബ്ലിസ് നിങ്ങൾ വെറുതെ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയാൽ കാണാൻ പറ്റും. സൗന്ദര്യത്തിൻ്റെ അല, സൗന്ദര്യലഹരി മാത്രം ഒരു ദിവസം മുഴുവൻ, കഴിഞ്ഞ ശിവരാത്രിക്ക് സൗന്ദര്യലഹരി മാത്രം നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു. രാവിലെ മുതൽ വൈകുന്നേരം വരെ എല്ലാ സെഗ്മെന്റിലും പരിപാടികൾ ഉണ്ടായി. എല്ലാ സെഗ്മെന്റിലും പരിപാടികൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. നമ്മൾ ആരംഭിച്ചത് ആനന്ദലഹരി എന്ന് പറയുന്ന ശ്രീചക്ര നവാഭരണ പൂജയിലാണ്. ശ്രീചക്ര നവാഭരണ പൂജ അതിമനോഹരമായ വിധത്തിൽ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട്, എല്ലാവരെയും കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വലിയൊരു ധ്യാനാനുഭവമായിട്ടാണ് ആ പൂജ ചെയ്തത്. രണ്ടാമത്തെ സെഷൻ ജ്ഞാനലഹരി എന്ന് പറഞ്ഞിട്ട് സൗന്ദര്യലഹരിയും യുവത്വവും, ലഹരിയും യുവത്വമാണല്ലോ എല്ലാവരും ചർച്ച ചെയ്യുന്നത്, ലഹരിയിൽ നിന്ന് സൗന്ദര്യലഹരിയിലേക്ക് എന്ന ഒരു സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഒരു ചർച്ചയായിരുന്നു. വളരെ മനോഹരമായിട്ട് ഉള്ളൊരു ചർച്ചയായിരുന്നു. വളരെ പ്രസിദ്ധരായിട്ടുള്ള ആളുകളൊക്കെ പങ്കെടുത്തൊരു ചർച്ച. അതിനുശേഷം സൗന്ദര്യലഹരി ആസ്പദമാക്കിക്കൊണ്ട് ഒരു ചാക്യാർ കൂത്ത്,
ആളുകളൊക്കെ ഇപ്പോഴും ആ വീഡിയോ ഒക്കെ കണ്ടാൽ അറിയാം, ഒരു ആധ്യാത്മിക കൃതി ഏതൊക്കെ രീതിയിൽ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിനുശേഷം സൗന്ദര്യലഹരി ആസ്പദമാക്കിക്കൊണ്ട് സൗന്ദര്യലഹരി നവഭാരത സൃഷ്ടിക്കുക എന്ന വിഷയത്തിൽ ഒരു പ്രഭാഷണം ഉണ്ടായി. അതിനുശേഷം മൂകാംബികയിലെ അമ്പലത്തിലേക്ക്, മൂകാംബിക ക്ഷേത്രത്തിലേക്ക് കൊടുക്കുന്ന ഈ മഹാകൃതിയെ ആസ്പദമാക്കി നടക്കുന്ന ചിത്രങ്ങളുടെ നേത്രോന്മീലനം വലിയ പരിപാടിയായിട്ടാണ് നടന്നത്. ഏകഭൂമി ചാൾസ് എല്ലിക്, മിഥുൻ സലില എന്ന് പറഞ്ഞ 2 ചിത്രകാരന്മാർ വരയ്ക്കുന്ന ചിത്രങ്ങളെ മലയാളത്തിൻ്റെ, ഭാരതത്തിൻ്റെ, ലോകത്തിൻ്റെ ഏറ്റവും കണ്ണിലുണ്ണിയായിട്ടുള്ള ശ്രീ മോഹൻലാലാണ് നേത്രോന്മീലനം ചെയ്തത്. അദ്ദേഹം തന്നെയാണ് ആ പ്രൊജക്റ്റ് സ്പോൺസറും ചെയ്തത്. അത് നടന്നു. അതിനുശേഷം സൗന്ദര്യലഹരി ആസ്പദമാക്കിക്കൊണ്ട് മേതിൽ ദേവികയുടെ ഒരു നൃത്തപ്രകടനം നടന്നു. അതിനുശേഷം സൗന്ദര്യലഹരി ആസ്പദമാക്കിക്കൊണ്ട് ഒരു മ്യൂസിക്കൽ DJ, അത് കേൾക്കുമ്പോൾ ആളുകൾ വയ്ക്കും DJ-യോ? അതെ, DJ. ചെറിയ യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഒരു DJ നടത്തി. അപ്പോൾ എന്നോട് പല ആൾക്കാരും ചോദിച്ചു, സൗന്ദര്യലഹരി ഒരു ആധ്യാത്മിക കൃതിയല്ലേ, നിങ്ങൾ അതിനെ DJ? വളരെ മനോഹരമായിട്ടുള്ള ഒരു സെഷനായിരുന്നു അത്. നമ്മൾ ആ സെഷനിലൂടെ, ആ വേവ്സ് ഓഫ് ബ്ലിസ്സിലൂടെ പറയാൻ ഉദ്ദേശിച്ച ഒരു കാര്യം, ഇങ്ങനെ മനുഷ്യനെ സർവ്വതോന്മുഖമായി സ്പർശിക്കുന്ന ഒരു കൃതി നമുക്ക് വേറെ കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ആധ്യാത്മികത എന്ന് പറയുന്ന സമയത്ത് പലപ്പോഴും നമ്മൾ വിചാരിക്കാറുണ്ട്, കുറിയൊക്കെ തൊട്ടൊരു ഭാഗത്തിരുന്ന് അല്ലേ നാമമൊക്കെ ജപിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് നമ്മളെ കുട്ടികളൊന്നും അതിന് കിട്ടുന്നില്ല, ഇവരെ ആ വഴിക്ക് വരുന്നില്ല. ഒരു വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ വയസ്സായിട്ട് ചെയ്യേണ്ട എന്തോ പരിപാടിയാണിത്, അച്ഛനും അമ്മയ്ക്ക് ഏതാണ്ട് വയസ്സായി തുടങ്ങി, ഇപ്പം ക്ലാസ്സൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് ഒക്കെ പറയാൻ തുടങ്ങി അല്ലേ. പണ്ടൊക്കെ രാമായണം വായിക്കാൻ തുടങ്ങുമ്പോഴായിരുന്നു വീട്ടിൽ കുട്ടികൾ പറയുക അച്ഛനും അമ്മയ്ക്കും വയസ്സായി തോന്നി. ഇപ്പം ആധ്യാത്മിക ക്ലാസ്സുകൾ കേൾക്കാൻ തുടങ്ങുമ്പോഴാണ് അവർ പറയുന്നത് വയസ്സായതിൻ്റെ ലക്ഷണം കണ്ടു തുടങ്ങിയിട്ടുണ്ട്, ഇവരെ ആരും ഇത് കേൾക്കാൻ കിട്ടുന്നില്ല. പക്ഷെ ഒരു തവണയെങ്കിലും അവർ ഈ കൃതിയുടെ മനോഹാരിത മനസ്സിലാക്കിയാലുണ്ടല്ലോ, അവർ ജീവിതം മുഴുവൻ ഈ കൃതിയെ ചേർത്ത് പിടിക്കും. കാരണം ഒരു മനുഷ്യനെ അവൻ്റെ ഏറ്റവും ചെറിയ പ്രായം മുതൽ മരണം വരെ കയ്യിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ടെക്സ്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ സൗന്ദര്യലഹരി എന്നാണ് പറയാം. അത് എൻ്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്, എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ ഇതിൽ ഉള്ള പല ആളുകളും ഇതിനു മുമ്പേ കേട്ടിട്ടുണ്ടാവും. എന്തുകൊണ്ട് സൗന്ദര്യലഹരിയോട് ഇത്രയും താല്പര്യം എനിക്ക് വന്നു എന്ന് ചോദിച്ചാൽ, സൗന്ദര്യലഹരിയാണ് ഞാൻ ആദ്യമായിട്ട് ജീവിതത്തിൽ പരിചയപ്പെട്ട ആദ്യത്തെ ആധ്യാത്മിക ഗ്രന്ഥം. ആദ്യമായിട്ട് ഞാൻ കൈകൊണ്ട് ഒരു ആധ്യാത്മിക ഗ്രന്ഥം എടുത്തു നോക്കിയത് സൗന്ദര്യലഹരിയാണ്. അതിന് കാരണം എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ ഒരു വലിയ സാധകനായിരുന്നു. അദ്ദേഹം സൗന്ദര്യലഹരി ഉപാസന ചെയ്തിട്ടുള്ള ഒരു സാധകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥൻ്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ സൗന്ദര്യലഹരിയിലായിരുന്നു ഉപാസന. അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനും സൗന്ദര്യലഹരി ഉപാസകനായിട്ടുള്ള ഒരു ശ്രീവിദ്യ ഉപാസകനായിട്ടുള്ള ഒരു മഹാത്മാവായിരുന്നു. ചിലപ്പോൾ പറഞ്ഞാൽ നിങ്ങളൊക്കെ അറിയുന്ന ഒരാളായിരിക്കാം, കാഞ്ഞങ്ങാട് ശ്രീധരൻ നമ്പ്യാർ എന്ന് പറയുന്നത് ഒരു മഹായോഗിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നാണ് എൻ്റെ വല്യച്ഛന് ഈ സൗന്ദര്യലഹരി കിട്ടിയത്. ഞാൻ ഈ ബുക്ക് കാണുമ്പം എൻ്റെ അത്ഭുതം, ഈ പുസ്തകം ഒരു മഞ്ഞ കളറുള്ള ചട്ടയുള്ള ഒരു പുസ്തകമാണ്. എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഉണ്ട് അത്. ഇപ്പോഴും ഞാനത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നോക്കും. പൊടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്, എന്നാലും എൻ്റെ ഒരു ഓർമ്മയാണ്. ആ പുസ്തകത്തിൻ്റെ മുകളിൽ സൗന്ദര്യലഹരി എന്ന് എഴുതിയ ആ എഴുത്തിൻ്റെ മുകളിൽ ഗുരുനാഥൻ കുനുകുനാ എഴുതി വെച്ചിട്ടുണ്ട് സൗന്ദര്യലഹരി എന്ന വാക്കിൻ്റെ അർത്ഥം. അത് അന്ന് വായിച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവരവും ഇല്ലായിരുന്നു. അപ്പം ഞാൻ വെല്ലിച്ചനോട് ചോദിക്കും, എന്താണ് ഈ ടെക്സ്റ്റ്, എന്താണിത് എന്ന് ചോദിക്കും. വളരെ ചെറുതാണേ. അപ്പോൾ വെല്ലിച്ചൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു തരും, ഇത് ഇങ്ങനെ ഒരു ഉപാസനയാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഉപാസന എന്നൊക്കെ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് ഉപാസനാ ജീവിതം ആരംഭിക്കാൻ കാരണമായത് സൗന്ദര്യലഹരി എന്ന് പറയുന്ന ഗ്രന്ഥമാണ് എന്ന് ഞാൻ എപ്പോഴും പറയും. അപ്പം എങ്ങനെ വെല്ലിച്ചൻ ഇതിലേക്ക് വന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ആ ചോദ്യം ചോദിച്ചപ്പോഴാണ് ഈ കൃതി എത്രത്തോളം മനുഷ്യ നന്മയ്ക്ക് ഉപകാരപ്പെടുന്ന ഒന്നാണ് എന്നെനിക്ക് മനസ്സിലായത്. വെല്ലിച്ചൻ പറഞ്ഞു, ഞാൻ ഗുരുനാഥൻ്റെ അടുത്ത് പോയ സമയത്ത് എനിക്ക് സാമ്പത്തികമായിട്ട് വലിയ ക്രൈസിസ് നേരിട്ടൊരു സമയമായിരുന്നു. വലിയ ക്രൈസിസ്, സാമ്പത്തികമായി ഞാൻ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ഗുരുനാഥൻ്റെ അടുത്ത് പോയത്. ഗുരുനാഥൻ്റെ അടുത്ത് ഞാൻ സൗന്ദര്യലഹരിയും മേടിച്ചിട്ടാണ് പോയത്. ഗുരുനാഥൻ അതാണ് സമ്പ്രദായം എന്നറിയാം. ഗുരുനാഥനോട് ചോദിച്ചു, ഗുരുനാഥൻ എനിക്ക് എന്തെങ്കിലും ഒരു മന്ത്രോപദേശം തരണം, ഞാൻ ആകെ ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞു. ഗുരുനാഥൻ സൗന്ദര്യലഹരിയിലൊരു മന്ത്രം ഇങ്ങനെ വട്ടം വരച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ ഇത് 45 ദിവസം കോയിൻ വെച്ച് ഉപാസിക്കുക എന്ന് പറഞ്ഞു. കോയിൻ വെച്ച്, 1 രൂപ കോയിൻ വെച്ചിട്ട് ഇങ്ങനെ ഉപാസിക്കുന്ന ഒരു രീതി, നിന്റെ സാമ്പത്തികമായിട്ടുള്ള ക്രൈസിസ് എല്ലാം മാറും എന്ന് പറഞ്ഞു. വെല്ലിച്ചൻ അത് വളരെ നിഷ്ഠാപൂർവ്വം ഉപാസിച്ചു.
45 ദിവസം ഉപവാസിച്ചു. ഇതൊക്കെ എന്നോട് പറഞ്ഞതാണേ, ഞാൻ കണ്ടതല്ല. എന്നോട് വലിച്ചൻ പറഞ്ഞ് ഈ വാക്ക് കൃത്യമായി വലിച്ചൻ പറഞ്ഞാണ്. ഞാൻ സാമ്പത്തികമായി പരാധീനതയിൽ പെട്ടതിൽ നിന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പൈസ ഇങ്ങനെ കെട്ടാക്കിയിട്ട് എൻ്റെ കബേർഡിൻ്റെ ഉള്ളിൽ വെച്ച കാലം എന്ന്. എന്നിട്ട് വലിച്ചൻ പറഞ്ഞു, എൻ്റെ വീട്, ആ വീട് ഞാൻ ഉണ്ടാക്കിയത് ആ കാശ് കൊണ്ടാണ്. ആ വീടിന് വലിച്ചൻ ഗുരുപ്രസാദം എന്ന പേരിട്ട്. ആ വീട് ഉണ്ടാക്കാൻ ഞാൻ സൗന്ദര്യലഹരി കൊണ്ടാണ് ആ വീട് ഉണ്ടാക്കിയത് എന്ന് പറഞ്ഞു. ഞാൻ ചെറിയ കുട്ടിയല്ലേ, എനിക്കത് വലിയ അത്ഭുതമായി. ഞാൻ വെച്ചാൽ അങ്ങനെ പറ്റും, ശരിക്കും പറ്റും, അങ്ങനെ ഉണ്ടാവും. അതെങ്ങനെയാ ഇപ്പോൾ പൈസ ഉണ്ടാവുക? പിന്നീട് ഋതംബരയിൽ സൗന്ദര്യലഹരി ഉപാസന പഠിപ്പിക്കണമെന്ന് തീരുമാനിച്ചപ്പോൾ ഈ ശ്ലോകം പഠിപ്പിക്കാനാണ് തീരുമാനിച്ചത്. അപ്പം എത്രയോ പേർക്ക് ഈ ശ്ലോകമാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഒരുപാട് പേര് ഈ ശ്ലോകത്ത് ഉപാസന ചെയ്തിട്ട് എന്നെ വിളിച്ചിട്ട് പറയും, സാമ്പത്തികമായി പിരിമുറുക്കവും ഞെരുക്കവും ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മാറി രാംജി, വളരെ സമാധാനമുണ്ട് ഇപ്പോൾ. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ ഒരുപാട് കാശ് കിട്ടുന്നുണ്ടോ? ഒരുപാട് കാശ് കിട്ടുന്നുണ്ടെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, പക്ഷെ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നില്ല, ഞങ്ങൾ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നില്ല. കേൾക്കുമ്പോൾ അന്ധവിശ്വാസ പ്രചാരണം എന്നൊക്കെ തോന്നും, പക്ഷേ സത്യസന്ധമായിട്ടുള്ള കാര്യം സത്യസന്ധമായിട്ട് പറയാനുള്ളൂ. എനിക്ക് പിന്നീട് ഞാൻ എൻ്റെ ജോലി ഒക്കെ വിട്ടിട്ട് പഠിക്കാൻ പോകുന്ന സമയത്ത്, ഇപ്പം നന്നായി നല്ല ഹൈ പെയ്ഡ് ആയിട്ടുള്ള ജോലി വിട്ടിട്ട് പഠിക്കാൻ പോകാമെന്ന് പറഞ്ഞാൽ അറിയാലോ എന്തായിരിക്കും സ്ഥിതി. ആ കാലത്ത് ഞാൻ ഗുരുനാഥനെ പോയി കണ്ടു. അന്നത്തെ എൻ്റെ മുന്നത്തെ ഗുരുനാഥൻ, മുൻ ഗുരുനാഥൻ, അദ്ദേഹത്തെ പോയി കണ്ടു. അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു യന്ത്രം എഴുതി തരണം, സൗന്ദര്യലഹരി എന്നൊരു യന്ത്രം തരണം എന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, നീ തന്നെ എഴുതിയാൽ മതി, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ എഴുതുന്നത്, നിനക്കറിയാലോ എഴുതാൻ. അങ്ങനെ ഞാൻ അത് പ്രകാരം ഞാനൊരു യന്ത്രം എഴുതി, ഞാനത് വാസിച്ചു. അതിപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്, ഇപ്പോഴും എൻ്റെ ദേഹത്തുണ്ട്. ഇത്ര കാലമായിട്ട് 16 കൊല്ലമായിട്ട്. ഞാൻ സത്യസന്ധമായി പറയട്ടെ, ആ നിമിഷം മുതൽ ഈ നിമിഷം വരെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും ജീവിതത്തിൽ, അയ്യോ കുറച്ച് കാശ് വേണമല്ലോ എന്തെങ്കിലും കാര്യം നടത്താൻ എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടി ചിലപ്പോൾ മുട്ടി നിൽക്കുമായിരിക്കും. എനിക്കറിയാം, ആ തോട്ട് വന്നു കഴിഞ്ഞാൽ അടുത്ത നിമിഷം അമ്മ പൈസ കൊണ്ട് തരും. അപ്പോൾ ധനമായിട്ടാണ് അത് തരുന്നതെന്നുള്ളതല്ല, ആ കാര്യം നടന്ന് പോകാനുള്ള ഇന്ന് വരെ, ഇത് ആത്മാർത്ഥമായിട്ട് പറയാണ്, പറയുന്നത് ശരിയാണോന്ന് പോലും അറിയില്ല, എന്നാ പറയാം, ഇന്ന് വരെ അതിനുശേഷം ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. അതായത് അയ്യോ ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് പിന്നീട് എത്രയോ പിന്നീടുള്ള കാല. ആ ചെറിയ പ്രായത്തിൽ ഞാൻ ഈ ഗ്രന്ഥം എടുത്തിട്ട് മറച്ചു നോക്കും, എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നിങ്ങളൊക്കെ മറച്ചു നോക്കിയിട്ടുണ്ടാവും, വായിച്ചിട്ടുണ്ടാവും. അപ്പോൾ ചെറിയ പ്രായത്തിൽ അതിൻ്റെ സംസ്കൃതം വായിക്കുന്നതിനെക്കാട്ടൊക്കെ താല്പര്യം അതിൻ്റെ ഫലശ്രുതി വായിക്കാനാണ്. അപ്പോൾ അതിൻ്റെ 100 ശ്ലോകങ്ങളുടെയും ഫലശ്രുതി വായിക്കും. 100 ശ്ലോകങ്ങൾക്ക് 100 ഫലശ്രുതിയാണ്, അല്ലേ? വായിച്ചിട്ടില്ലേ? അപ്പോൾ ചെറിയ പ്രായത്തിൽ ധനം ഉണ്ടാക്കലൊന്നും ചെറിയ പ്രായത്തിൽ ഒരു ഇതല്ല, ഒരു പ്രയോറിറ്റി അല്ല, അല്ലേ? നമ്മളെ ചെറിയ കുട്ടികളോടൊക്കെ കാശ് വേണമെന്നൊക്കെ ചോദിച്ചാൽ, കാശ് ഉണ്ടാക്കണ്ടെന്ന് ചോദിച്ചാൽ അവർക്ക്, നമ്മൾക്കത് നമ്മൾ ആ ആവശ്യത്തിലേക്ക് വന്നിട്ടില്ല, അല്ലെങ്കിൽ പ്രാരാബ്ദം വന്നു തുടങ്ങിയിട്ടില്ല എന്ന് ചുരുക്കം. അപ്പം നമുക്ക് താല്പര്യം ഇന്ദ്രജാലം ചെയ്യാം. ഇന്ദ്രജാലം എങ്ങനെ ചെയ്യാം? വെള്ളത്തിൻ്റെ മുകളിൽ നടക്കാം, അഗ്നിയെ സ്തംഭിപ്പിക്കാം, ഇങ്ങനെയൊക്കെയുള്ള കുറേ ടെക്നിക്ക്, പരകായ പ്രവേശം ചെയ്യാം. ഇതൊക്കെ സൗന്ദര്യലഹരിയിലുള്ള ടെക്നിക്സാണ്. ഇതൊക്കെ വായിച്ചു നോക്കി, ഇതപ്പോൾ 41 ദിവസം ചെയ്യണം, ഇത് 51 ദിവസം, ഇത് ഇത്ര തവണ ജപിക്കണം. അപ്പം അതിൻ്റെ പ്രാക്ടിക്കൽ ചെയ്യുക എങ്ങനെയാണെന്നാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ചെറിയ പ്രായത്തിലുള്ള കാര്യമാണ്. പക്ഷെ ആ പ്രായത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായി, മനുഷ്യൻ്റെ എല്ലാ കാമനകളും ഇഹത്തിൽ, പരത്തിലെ കാര്യം പിന്നെ, ഇഹത്തിൽ ജീവിക്കുമ്പോൾ, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നടക്കാൻ ആവശ്യമായ എല്ലാ കാമനകൾക്കുമുള്ള ഉത്തരം സൗന്ദര്യലഹരി തരുന്നുണ്ട്. പക്ഷെ ആ കാമനകളെല്ലാം ഒരു മനുഷ്യൻ പൂർത്തിയാക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും ഒന്ന് തന്നെ പൂർത്തിയാക്കുന്ന സമയത്ത് അവന് മനസ്സിലാവുന്നുണ്ട്, ഇഹത്തിനപ്പുറത്ത് പരം എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ട്. ഇഹത്തിനപ്പുറത്ത് പരമുണ്ട്. ഇഹത്തിലൂടെ പരം, അതായത് നമുക്ക് ഭൗതികതയിലൂടെ ആധ്യാത്മികത. ഭൗതികത എന്ന് പറയുന്നത് എന്തോ മോശം കാര്യമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ആധ്യാത്മികമായ കാര്യങ്ങൾ പഠിക്കാൻ തുനിഞ്ഞിറങ്ങുക, അല്ലേ? നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ധനത്തെക്കുറിച്ച് ആധ്യാത്മികമായ ഒരു ക്ലാസ്സിൽ പറഞ്ഞാൽ തന്നെ ആ ക്ലാസ്സിന് അല്ലെങ്കിൽ ആ ആധ്യാത്മിക പ്രഭാഷകൻ, നിങ്ങൾക്ക് ധനം ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറഞ്ഞുതരാം, ഉടനെ തന്നെ അയ്യേ ഇയാൾ എന്താ ആളാണ്. പക്ഷെ രഹസ്യമായിട്ട് ആളെടുത്ത് ചോദിക്കും, എങ്ങനെയാണ് ഇപ്പോൾ ഇത് പരിപാടി എന്ന് ചോദിക്കും. പക്ഷെ നമുക്ക് പൊതുവിലൊരു ധാരണ ഉണ്ട്,
അതൊന്നും പറയാൻ പാടില്ല. കുടുംബബന്ധം മനോഹരമാക്കുന്നതിനെ കുറിച്ച് ഒരു ആധ്യാത്മിക ആചാര്യൻ ക്ലാസ് എടുത്താൽ ഹിന്ദു ആധ്യാത്മികവാദികൾ കരുതുക, സാധാരണ ആൾക്ക് കരുതുക, ഇയാൾ ഭൗതികതയെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ്. പക്ഷെ ജീവിതം എന്ന് പറയുന്ന ഈ വലിയ യാത്ര അതതിൻ്റെ പൂർണ്ണതയിൽ നടന്നു പോവാൻ ധർമ്മം, അർത്ഥം, കാമം എന്നീ പറയുന്ന 3 കാര്യങ്ങൾ, പുരുഷാർത്ഥങ്ങളിൽ 3 പ്രവൃത്തി ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ധർമ്മം, അർത്ഥം, കാമം എന്നീ 3 കാര്യങ്ങൾ പൂർത്തിയാകാതെ ഒരു മനുഷ്യൻ എപ്രകാരമാണ് മോക്ഷം എന്ന് പറയുന്ന ആ പരമമായ അവസ്ഥ അനുഭവിക്കാനോ അതിൻ്റെ ഗുണം അനുഭവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ ഭോഗാപവർഗദായിനി എന്നൊരു പേര് യോഗസൂത്രത്തിൽ പ്രകൃതിയെക്കുറിച്ച് പറയുന്നുണ്ട്. ഭോഗവും അപവർഗവും നൽകുന്നവൾ. അപവർഗം എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്തിന്? മോക്ഷത്തിന്. ഭോഗം എന്നിടത്ത് 3 കാര്യങ്ങൾ വെച്ചിരിക്കുന്നു: ധർമ്മം, അർത്ഥം, കാമം. ഈ ധർമ്മം, അർത്ഥം, കാമം എന്നീ പറയുന്ന 3 കാര്യങ്ങൾക്ക് ഭാരതത്തിൽ ഒരു വലിയ തകർച്ച സംഭവിച്ചിട്ടുണ്ട്. ആ തകർച്ച സംഭവിച്ചത് ധർമ്മം അവിടെ നിൽക്കട്ടെ, കാമം, അർത്ഥം എന്നീ 2 കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ടും നമ്മുടെ സംസ്കാരത്തിൽ മോശപ്പെട്ടു പോയിട്ടുണ്ട്. അർത്ഥത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ ഒരു മോശക്കാരനായി പോകുന്നുണ്ട്. ധനസമ്പാദനത്തെക്കുറിച്ച് ഒരാൾ പറഞ്ഞാൽ മോശക്കാരൻ. പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങനെ ഒരു ഇതുണ്ട്, കാശുള്ളവൻ ദുഷ്ടനാണെന്നുള്ളൊരു ചിന്ത പോലും മലയാളിയൊക്കെ ഉണ്ട്. അല്ലേ അല്ലേ മൂരാച്ചി എന്നാണ് വിളിക്കുക പൈസ ഉണ്ടെങ്കിൽ. പൈസ ഉള്ള ആൾക്ക് ഒരു മൂരാച്ചിത്ര ഓട്ടോമാറ്റിക്കലി വന്നു ചേരും. അദാനി, അംബാനി എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഉള്ളിൽ എന്തോ ഒരു തരം ഒരു അല്ലെ വിദ്യുന്മാലി, ഡുംഡുമാലി എന്നൊക്കെ പറയുന്ന ആൾക്കാരെ പോലെയാണ് മലയാളികൾ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ആ രൂപങ്ങളൊക്കെ. ആരെയോ നമ്മളൊക്കെ വീട്ടിൽ വന്ന് കട്ടുകൊണ്ട് അതൊരു ചിന്തയാണ്. നമ്മുടെ മനസ്സിൽ തന്നെ ഒരു ദുഷ്ടനാണ് ഇയാൾ എന്നുള്ള ചിന്ത വന്ന് ഭവിച്ചിട്ടുണ്ട്. നമ്മൾ ആരെങ്കിലും പോയി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുകയാണ് എന്ന് ചോദിച്ചാൽ എന്തിനാ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് ചോദിച്ചാൽ നമ്മൾ ഉടനെ പറഞ്ഞത് മോക്ഷം കിട്ടാൻ എന്നാ പറയാ. അപ്പം അത് ദൈവം കേട്ടിട്ട് പറയും, ദൈവം പറയാം ഇപ്പം തന്നെ മോക്ഷം തരാം, 5 മിനിറ്റ് കൊണ്ട് തരാം എന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുമോ? നമ്മൾ അല്ല മോളെ കല്യാണം ഉണ്ട് കഴിഞ്ഞിട്ട് മതി മോക്ഷം, മോളെ കല്യാണം കഴിഞ്ഞിട്ട് മതി മോക്ഷം, അല്ലെ മോളെ കല്യാണം കഴിഞ്ഞ് കുട്ടി ഉണ്ടായിട്ട് മതി മോക്ഷം. ആർക്കും മോക്ഷം ഇപ്പം വേണ്ട. പറച്ചിൽ വെറുതെ ഹിപ്പോക്രസി പറയും, എനിക്ക് മോക്ഷം കിട്ടാനാണ് ഞാൻ അതൊക്കെ ചെയ്യുന്നത് എന്ന് പറയും. എന്നിട്ട് അമ്പലത്തിൽ പോയിട്ട് മോക്ഷം കിട്ടാനാണ് പ്രാർത്ഥിക്കുന്നത്. മോക്ഷം കിട്ടാൻ പ്രാർത്ഥിക്കും എങ്ങനെയാ അറിയോ? ഭഗവാനെ എൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നെ എനിക്ക് മോക്ഷം തരണം. അതെന്താ പറയുക, ഭഗവാൻ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ചിട്ടാണ്. ഇമേജ് കോൺഷ്യസ് ആവുന്ന ഭഗവാന്റെ അടുത്ത് പോയിട്ട് എനിക്കൊന്നും വേണ്ട ഭഗവാനെ എന്നൊക്കെ പറയും. പക്ഷെ ഉള്ളിലുണ്ട്, ആഗ്രഹമുണ്ട്, ചിലപ്പോൾ പറഞ്ഞു പോകും. അപ്പം എന്താ കാര്യം? എവിടെയോ ഒരു അർത്ഥത്തിനോട് ഒരു മോശം സമീപനം. അത് വന്നത്, ഞാൻ ചരിത്രം പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുകയല്ല, അത് വന്നത് കൊളോണിയൽ കാലത്തിൻ്റെ ഒരു പരിണത ഫലമായിട്ടാണ്. കൊളോണിയലിസം ഭാരതത്തിൽ അതിൻ്റെ വേരുകൾ ആഴ്ത്തിയ സമയത്ത് കൊളോണിയലിസം അതിൻ്റെ ഇന്ധനമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് ക്രിസ്തു മതത്തിനെയാണ്, ക്രിസ്ത്യാനിറ്റിക്ക് അതിൻ്റെ ആശയപരമായ അടിത്തറയിൽ തന്നെ ധനത്തിനോട് ഒരു എതിർപ്പുണ്ട്. ക്രിസ്ത്യൻ പെയ്റ്റി എന്നാണ് പറയുക. ക്രിസ്ത്യൻ പെയ്റ്റി അത് ദാരിദ്ര്യം, ആത്മാവിൽ ദരിദ്രരായവർ അത്ര ഭാഗ്യവാന്മാർ എന്ന ക്രിസ്തുവിൻ്റെ സൂക്തമൊക്കെ ആലോചിക്കുക. ഇനിയോ ധനികൻ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നത് ഒട്ടകം സൂചിക്കുഴലിൻ്റെ ഉള്ളിൽ കൂടെ പ്രവേശിക്കുന്നതിലും ബുദ്ധിമുട്ടാണ് എന്നുള്ള പരാമർശങ്ങളൊക്കെ നോക്കുക. അതായത് പട്ടിണി, ദാരിദ്ര്യം, ദുരിതം, വേദന, ഈ കാര്യങ്ങൾക്ക് വലിയ പ്രോത്സാഹനം. കാരണം എന്താ? ഈ പ്രോത്സാഹനത്തിലൂടെ വേണം ഒരു രക്ഷകനെ അവതരിപ്പിക്കാൻ. ഞാനൊരു മതത്തെ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത്, ഞാൻ അതിൻ്റെ സാമൂഹ്യ സാഹചര്യത്തെ പറയാം. ആ പ്രോത്സാഹനം കൊടുക്കുന്നത് എന്തിനാണ്? ഒരു രക്ഷകനെ അവതരിപ്പിക്കാൻ വേണ്ടി. നിങ്ങൾ കഷ്ടപ്പെടും, നിങ്ങൾ പാപികളാണ്, അയ്യോ ഞങ്ങൾ പാപികളാണോ, അപ്പം ഞങ്ങളെ രക്ഷിക്കാരും വരും, ഞങ്ങളെ രക്ഷിക്കുക ഒരാൾ വരും. അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് ആ ഒരു മതത്തിൻ്റെ രീതിയാണ്. അബ്രാഹ്മിക മതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അത് ചിലവാക്കിയിട്ടുള്ള ക്രിസ്തു മതമാണ്. ആ ക്രിസ്തു മതത്തിൻ്റെ ഒരു വലിയ കൈയായിട്ടാണ് കൊളോണിയലിസം ലോകം മുഴുവൻ പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഒരു ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്തോ വലിയ കാര്യമാണ് എന്ന് പറയുന്നൊരു ചിന്ത നമ്മുടെയൊക്കെ ഉള്ളിൽ വന്ന് ഭവിച്ചു പോയിട്ടുണ്ട്. ഹിന്ദു ദേവീ ദേവന്മാരെ നോക്കൂ, ഏതെങ്കിലും ഒരു ദരിദ്രവാസിയായ ദൈവത്തിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെയും കണ്ടിട്ടില്ല. എല്ലാവരും സർവാഭരണ വിഭൂഷിതരായിട്ട്, അല്ലേ? എല്ലാവരും സർവാഭരണ വിഭൂഷിതരായിട്ട്. ഇനി ആകെ അങ്ങനെ പറയാൻ പറ്റുന്ന ഒരാൾ ശിവനാണ്. ശിവനെ പോലും നോക്കിക്കഴിഞ്ഞാൽ
അല്ലേ? എന്തെങ്കിലും ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഭസ്മമൊക്കെ തേച്ച് അല്ലേ ഇതിലൊന്നും താല്പര്യമില്ലാതെ നടക്കുന്ന ഒരാൾ ശിവനാണെന്നാണ് നമുക്ക് തോന്നുക. ശിവനെ പോലും നോക്കിക്കഴിഞ്ഞാൽ കല്യാണമൊക്കെ കഴിക്കാൻ പറ്റുന്ന സുന്ദരേശ്വര മൂർത്തിയായിട്ട് വരുന്ന സമയത്ത് ഭഗവാൻ അണിഞ്ഞിരിക്കുന്ന ആഭരണങ്ങളൊക്കെ കാണുന്ന സമയത്ത് അധുമാവതി ഉണ്ട്. ഓ, കണ്ടുപിടിച്ച് പറഞ്ഞല്ലേ. ശരി. ഇത് അപ്പം അതായത് ആ, അങ്ങനെ അത്രയും ആഭരണങ്ങളായിട്ട് വരുന്ന ഒരു ഭഗവാൻ, സ്വർണാകർഷണ ഭൈരവൻ എന്നൊരു പേര് തന്നെ ഉണ്ട് ഭഗവാന്. സ്വർണാകർഷണ ഭൈരവൻ. അതിപ്പോൾ പിന്നെ പേര് മാറ്റി ധനാകർഷണ ഭൈരവൻ എന്നൊക്കെ ആക്കിയിട്ടുണ്ട് ആൾക്കാർ. സ്വർണാകർഷണ ഭൈരവൻ, കാലഭൈരവന്റെ ഒരു ഭാവമാണ് സ്വർണാകർഷണ ഭൈരവൻ. സ്വർണത്തെ ആകർഷിക്കുക. എന്തിനാ സ്വർണം? സ്വർണം എന്ന് പറഞ്ഞാൽ എന്താ? മൂല്യമാണ്. മൂല്യത്തെ ആകർഷിക്കുക. മൂല്യത്തെ ആകർഷിക്കുന്നവനായിക്കൊണ്ട് ഇരുന്നു ഭഗവാൻ. അങ്ങനെ ആർക്കെങ്കിലും ഒരു ദാരിദ്ര്യം നിങ്ങൾക്ക് തോന്നുന്നു? ഇനി ഋഷിമാര് പണ്ട് കഷ്ടപ്പെട്ടാണ് എന്നൊക്കെ പറയും. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു വാദം. ഇന്ന് എല്ലാവരും ധനത്തിന്റെ പുറകെയാണ്. ഋഷിമാർ പണ്ട് ഏത് ഋഷിയാണ് കഷ്ടപ്പെട്ടത്? നിങ്ങളൊരു പുരാണത്തിലെ ഒരു ഋഷി കഷ്ടപ്പെട്ടത് പറയും, കാണിച്ചു തരൂ. വിശ്വാമിത്രൻ. വിശ്വാമിത്രൻ്റെ അടുത്ത് എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ പോകുന്ന സമയത്ത് വിശ്വാമിത്രനോട് അവിടുത്തെ രാജാവ് പറയും, നിനക്ക് 1000 പശുക്കളെ ദാനം തന്നിരിക്കുന്നു. 1000 പശുക്കളെ ദാനം തന്നിരിക്കുന്നു. 1000 പശുക്കൾ എന്താ? ഗോധനാണ് അന്നത്തെ ഏറ്റവും വലിയ ധനം. ഇനി വെറും പശുവോ? കൊമ്പിൽ സ്വർണം കെട്ടിച്ച പശുക്കളെ തന്നിരിക്കുന്നു. വായിച്ചിട്ടില്ലേ? അപ്പൊ ഈ മഹാഋഷിമാർക്ക് അവരുടെ വലിയ ആശ്രമങ്ങളും ഈ കാര്യങ്ങളൊക്കെ നടത്തി പോകാൻ ധാരാളം ധനം കൊടുത്തിട്ടുണ്ടായിരുന്നു, ലഭിക്കുമായിരുന്നു. അത് വെറുതെ കിട്ടുന്നല്ല, അവരുടെ ഉപാസന കൊണ്ട് ലഭിച്ചിട്ടുള്ള. ഏതെങ്കിലും കാലത്ത് നമ്മൾ ദാരിദ്ര്യത്തെ ഉപാസിച്ചിട്ടില്ല. ഒരു കാലത്തും നമ്മൾ ദാരിദ്ര്യത്തെ ഉപാസിച്ചിട്ടില്ല. ദാരിദ്ര്യത്തെ ഉപാസിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം നമ്മെ വിട്ട് പോവുകയില്ല. കർക്കിടകത്തിലൊക്കെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ദാരിദ്ര്യ ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. ജ്യേഷ്ഠ ഭഗവതിയെ പുറത്താക്കുന്ന പരിപാടി ഉണ്ട്. ചെയ്തിട്ടുണ്ടാവും അല്ലേ? എൻ്റെ വീട്ടിലൊക്കെ ചെയ്യിക്കായിരുന്നു. വീട് വൃത്തിയാക്കലാണ് പ്രധാനം. കാരണം എന്താ? ക്ലെൻലിനെസ് ഈസ് ഗോഡ്ലിനെസ്. ക്ലീൻ ആയിരിക്കുന്ന സ്ഥലത്ത് ദൈവം വന്നിരിക്കുന്നു. ക്ലീൻ അല്ലാത്തതിന് എന്താ വിളിക്കുക? ജ്യേഷ്ഠ എന്നാ വിളിക്കുക. ജ്യേഷ്ഠ, മൂത്ത ആളാണ് ജ്യേഷ്ഠ. ആരാ മൂത്ത ആള്? വല്യമ്മ. ഒരു വല്യമ്മയാണത്. ഏത് വല്യമ്മ? നേരത്തെ ധുമാവതി എന്ന് പറഞ്ഞില്ലേ, മൂത്ത് നരച്ച് വയസ്സായി പോയ ഒരു വല്യമ്മ. എങ്ങനെയാണ് വല്യമ്മ? എന്തുകൊണ്ട് വല്യമ്മ? എന്തുകൊണ്ട് വയസ്സായി പോയ വല്യമ്മ? ഗ്രേസ്ഫുൾ ഏജ് ആയതല്ല, ദാരിദ്ര്യം കൊണ്ട് വയസ്സായി പോയ വല്യമ്മ. അത് വീട്ടിലിങ്ങനെ താമസിക്കും ജ്യേഷ്ഠ ഭഗവതിയുടെ രൂപത്തിൽ. അത് നമ്മൾ വീട് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ, മനസ്സ് വൃത്തിയാക്കിയിട്ടില്ലെങ്കിൽ ഒക്കെ അവിടെ കയറി താമസിക്കും. അപ്പൊ അതിനെ അടിച്ച് വൃത്തിയാക്കുക. അപ്പൊ നമുക്ക് മനസ്സ് നേരിട്ട് വൃത്തിയാക്കാനുള്ള ടെക്നിക്ക് അറിഞ്ഞൂടാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? വീട് വൃത്തിയാക്കും. വീട് വൃത്തിയാക്കുമ്പോൾ എന്തായി? ഓട്ടോമാറ്റിക്കലി ഡീക്ലട്ടറിങ് അത് ചെയ്യുന്ന സമയത്ത് മനസ്സിനൊരു തെളിച്ചു വരും. നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും, എത്രയോ തവണ അനുഭവിച്ചിട്ടുണ്ടാവും. മുറിയൊക്കെ ഒന്ന് അടിച്ച് തുടച്ച് വൃത്തിയാക്കി എല്ലാം ഒന്ന് മാറ്റി ഒന്ന് കുളിച്ച് വന്ന് ഒരു ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് ആ മുറിയിലിരിക്കും എന്തെന്നില്ലാത്തൊരു പോസിറ്റിവിറ്റി. ഇങ്ങനെ തോന്നാറില്ലേ? രാവിലെ എഴുന്നേറ്റ് എല്ലാ ശുചീകരണ പ്രവർത്തനമൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഒന്ന് ജപിച്ച് കഴിയുമ്പോൾ ഒരു സന്തോഷം. എന്തുകൊണ്ട് സംഭവിക്കുന്നു? ജ്യേഷ്ഠ ഇറങ്ങിപ്പോകുന്നു, അവിടെ ശ്രീ വന്നിരിക്കുന്നു, ഐശ്വര്യം വന്ന് അവിടെ ഇരിക്കുകയാണ്. ആ ഐശ്വര്യം സദാ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടിയാണ് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. അങ്ങനെ ഐശ്വര്യത്തെ, ശ്രീയെ, ലക്ഷ്മിയെ, സമ്പത്തിനെ, മൂല്യത്തെ ഉപാസിച്ച ഒരു ജനതയാണ് ഭാരതത്തിലുണ്ടായത്. അങ്ങനെയായിരുന്നു നമുക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ ധനം ഉണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ പോയപ്പം കട്ടുകൊണ്ട് പോയി എന്ന് നമ്മൾ പറയാറുണ്ട്. ഭാരതം വിട്ടു പോയ സമയത്ത് 27% ഉണ്ടായിരുന്ന ഭാരതത്തിൻ്റെ GDP, ലോക GDPയുടെ 27%-ഓളം കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്ന ഭാരതത്തിൻ്റെ മാത്രം GDP 1.5%-ലേക്ക് കൂപ്പുകുത്തി. ദാദാഭായ് നവറോജി അദ്ദേഹത്തിൻ്റെ വളരെ വിഖ്യാതമായിട്ടുള്ള പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകത്തിൽ ഭാരതത്തു നിന്ന് ഉണ്ടായിട്ടുള്ള വലിയ എക്കണോമിക് ഡ്രെയിനിനെ കുറിച്ച് പറയും. സമ്പത്ത് ചോരണം ചെയ്യുന്നതിനെ കുറിച്ച്. ട്രെയിനൊക്കെ ഉണ്ടാക്കി അല്ലേ? നമ്മൾ പറയാറുണ്ട് ബ്രിട്ടീഷുകാർ വന്നുകൊണ്ട് എന്തായി? ട്രെയിൻ കിട്ടി എന്നൊക്കെ പറയും ചില ആൾക്കാർ. ബ്രിട്ടീഷുകാർ വന്നുകൊണ്ട് എന്തായി? എഡ്യൂക്കേഷൻ കിട്ടി. ബ്രിട്ടീഷുകാർ വരാത്ത സ്ഥലത്തൊന്നും ട്രെയിനും എഡ്യൂക്കേഷനും കിട്ടിയില്ല. നമ്മളെന്താ ചെയ്യുന്നത്? നമ്മളെ വീട്ടിൽ ഒരാൾ ഒരു കോണി വെച്ച് കയറി കട്ടു, എന്നിട്ട് കോണി അവിടെ വെച്ചിട്ട് പോയി. 5 പവൻ്റെ മാല അയാൾ കൊണ്ടുപോയി.
എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം പറയണേ കോണി കിട്ടിയല്ലോ, അയാൾ വന്നു, കള്ളം വന്നു എന്ന് പറയുന്നത് പോലെയാണ് ട്രെയിനും ടെലിഗ്രാഫും ഒക്കെ ഇവിടുത്തെ. ഇവരൊക്കെ കമ്മ്യൂണിക്കേഷൻ എളുപ്പമാക്കാൻ കാര്യം എന്താ, അവിടുത്തെ സ്ഥിതി മോശമായി തുടങ്ങി. അപ്പോൾ പരമാവധി വേഗം കക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ചെയ്തത്. ശശി തരൂരിൻ്റെ വിഖ്യാതമായിട്ടുള്ള ഒരു പ്രസംഗം ഉണ്ട്, നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഡസ് ബ്രിട്ടൻ ഓവർ റെപ്പറേഷൻസ് ടു ഇന്ത്യ, ഓക്സ്ഫോർഡിൽ ചെയ്ത പ്രസംഗമാണ്, ഒന്ന് കേട്ട് നോക്കണം. ആ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ബ്രിട്ടീഷ് എംപയർ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യമാണെന്നാണ് പറയുന്നത്. കാര്യം ദൈവത്തിന് പേടിയായിരുന്നു. കാരണം സൂര്യൻ അസ്തമിച്ച് ഇരുട്ടായാൽ അവിടെ കട്ടുകൊണ്ട് പോകും, അതിനെ കൊണ്ട് ഫുൾ ടൈം ലൈറ്റ് ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു ദൈവം എന്ന് പറഞ്ഞിട്ട് അതിമനോഹരമായ വിധത്തിൽ സാന്ദർഭികമായി അവരെ കളിയാക്കാൻ വേണ്ടിയൊക്കെ പറഞ്ഞാണെങ്കിൽ പോലും സത്യമാണെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ, ഭാരതത്തിലേക്ക് ആദ്യമായിട്ട് വിദേശ സഞ്ചാരിയായിട്ടുള്ള വാസ്കോഡ ഗാമ എൻ്റെ നാട്ടിൽ വന്ന് കപ്പലിറങ്ങിയപ്പോൾ അവിടുന്ന് കുരുമുളകിൻ്റെ ട്രേഡ് ആരംഭിച്ച സമയത്ത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അത്. കുരുമുളകിൻ്റെ ട്രേഡ് അവർ ചെയ്ത് തുടങ്ങിയ സമയത്ത് ഒരു കുരുമുളകിൻ്റെ കൊടി കൊണ്ടുപോകാൻ തുടങ്ങി. ആ സമയത്ത് സമുദ്ര രാജാവിൻ്റെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു, വാസ്കോഡ ഗാമയും പോർച്ചുഗീസുകാരും കുരുമുളകിൻ്റെ കൊടി കൊണ്ടുപോകുന്നുണ്ട്, എന്തു ചെയ്യും? അന്ന് സമുദ്രി പറഞ്ഞ ഒരു മറുപടി ഉണ്ട്. ആ മറുപടി വളരെ പ്രസക്തമായ ഒരു മറുപടിയാണ്. അതെന്താണത്? കൊടിയല്ലേ കൊണ്ടുപോകാൻ പറ്റൂ, ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റുകയില്ലല്ലോ എന്ന്. ഞാറ്റുവേല അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ, കൊടിയല്ല. ഇപ്പോൾ ഞാറ്റുവേല ഒന്നും വേണ്ട കേട്ടോ, ഇപ്പോൾ ഹൈബ്രിഡ് കുരുമുളക് ഉണ്ട്, പോട്ടെ, ആ കാലത്തെ കാര്യം ഞാൻ പറയുന്നത്. പക്ഷെ കൊടിയല്ലേ കൊണ്ടുപോകാൻ പറ്റൂ, ഞാറ്റുവേല കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ എന്ന് പറയുന്നിടത്ത്, ഞാറ്റുവേലക്കാലത്ത് കുരുമുളക് കൃഷി ചെയ്യാനുള്ള ഒരു ടെക്നോളജി നമ്മുടെ കയ്യിലുണ്ട്, അത് കൈമോശം വന്നു പോകില്ല എന്ന് പറയുന്ന ഒരു അഭിമാന ബോധം അതിൻ്റെ അകത്തിരിക്കുന്നുണ്ട്. ആ അഭിമാന ബോധത്തെ ഒരിക്കലും നമ്മൾ കൈവിട്ടിട്ടില്ല. സമ്പത്ത് എത്ര വേണമെങ്കിൽ നഷ്ടപ്പെട്ടോട്ടെ, പക്ഷേ സമ്പത്ത് നിരന്തരം കയ്യിലേക്ക് വരാനുള്ള മൂല്യത്തിൻ്റെ ഒരു വലിയ കാന്തം എൻ്റെ കയ്യിലുണ്ട് എന്ന് ഭാരതീയനൊരു ആത്മാഭിമാനം ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മന്ത്രങ്ങളൊക്കെ നോക്കുക, ആ മന്ത്രങ്ങളിലൊക്കെ അതുണ്ടാവും. അതായത് അണമുറിയാത്ത സമ്പത്തിൻ്റെ പ്രവാഹത്തെ സൃഷ്ടിക്കുന്ന എന്തോ ഒന്നിനെ ഞാൻ അകത്ത് ഉപാസിച്ചിട്ടുണ്ട്. പക്ഷെ ബ്രിട്ടീഷുകാർ മറ്റുള്ളവരെ പോലെയല്ലായിരുന്നു. അവർ കേവലം സ്വത്ത് മാത്രമല്ല അടിച്ചുകൊണ്ട് പോയത്, ഭാരതീയൻ്റെ ആത്മാഭിമാനത്തെ കൂടിയാണ്, ഈ ഉപാസനയെ കൂടിയാണ്. മനസ്സിൻ്റെ അകത്തേക്ക് ആ സമ്പത്ത് മോശപ്പെട്ട ഒരു കാര്യമാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെയൊക്കെ ഉള്ളിൽ അത് ഏറിയും കുറഞ്ഞുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രവർത്തിക്കും. അത് പ്രവർത്തിക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ബോധവാന്മാരാവുക. രണ്ടാമത്തെ ഉപദ്രവം ഉണ്ടായത് കാമത്തിനാണ്. കാമസൂത്രം രചിക്കപ്പെട്ട യക്കോവൻ, കുചിമാരൻ, അനങ്കരാഗം തുടങ്ങി എത്രയോ കാമശാസ്ത്ര ഗ്രന്ഥങ്ങൾ രചിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു ലേഖനം വായിച്ചു, വെസ്റ്റ് ജസ്റ്റ് റെഡ്യൂസ്ഡ് കാമസൂത്ര ടു സെക്സ് എന്നാണ് ആ പുസ്തകത്തിൻ്റെ, ആ ലേഖനത്തിൻ്റെ പേര്. കാമശാസ്ത്രം എന്ന് പറയുന്ന സമയത്ത് അത് കേവലം രതി മാത്രമാണ് എന്ന് വെസ്റ്റ് തെറ്റിദ്ധരിച്ചു. കാമശാസ്ത്രം എന്ന് പറയുന്ന ഗ്രന്ഥം രതിയെക്കുറിച്ച് മാത്രം പറയുന്നതല്ല, ഒരു ജീവനത്തെക്കുറിച്ച് പറയുന്നതാണ്. പക്ഷെ നമ്മുടെ മനസ്സിൽ അത് കേവലം ലൈംഗികത മാത്രമായിപ്പോയി. മാത്രമല്ല, ലൈംഗികത പാപമായിപ്പോയി. ആദ്യം ലൈംഗികത പാപമെന്ന് പഠിപ്പിക്കുക, ആദ്യ പാപത്തിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുക. പിന്നെ ഭാരതത്തിൻ്റെ ഈ കാമം എന്ന് പറയുന്ന മൂന്നാമത്തെ പുരുഷാർത്ഥം ലൈംഗികതയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നിട്ടോ അത് നമ്മുടെ മനസ്സിൽ അർത്ഥത്തിന് എന്ത് തരത്തിൽ ദോഷമായ ചിന്ത ഉണ്ടാക്കിയോ അതേപോലെ കാമത്തെക്കുറിച്ചും വികലമായ ചിന്താരീതികൾ ഉണ്ടാക്കി. നോക്കൂ, ധർമ്മം ഒരു വണ്ടിയാണെങ്കിൽ അതിൻ്റെ 2 വീലാണ് അർത്ഥവും കാമവും. ഇത് രണ്ടും പഞ്ചറാക്കി. എന്നിട്ട് നമ്മൾ പറയാ ധർമ്മം എങ്ങനെ മുന്നോട്ട് പോകും, ധർമ്മം എങ്ങനെ മുന്നോട്ട് പോകും? ധർമ്മം കുറേ കാലമായി അവിടെ നിൽക്കുന്നു, ധർമ്മം കൊണ്ട് വരുന്നില്ല. ഒരു സമാജത്തിൻ്റെ കയ്യിൽ, ഒരു സമൂഹത്തിൻ്റെ കയ്യിൽ അർത്ഥവും കാമവും ഇല്ലാതെ എങ്ങനെ ധർമ്മം ഉണ്ടാവും? ധർമ്മസ്യ മൂലം അർത്ഥം എന്ന് ചാണക്യൻ, അർത്ഥസ്യ മൂലം കാമം എന്ന് വാത്സ്യായനൻ. അപ്പൊ ധർമ്മം, അർത്ഥം, കാമം. പൈസ ഇല്ലാത്ത ഒരാൾ, കയ്യിൽ ധനം ഇല്ലാത്ത ഒരാൾ, ധനം ഇല്ലാത്ത പറഞ്ഞാൽ പൈസക്കാരൻ നല്ല ഉദ്ദേശിക്കുന്ന കേട്ടോ, മൂല്യമില്ലാത്ത ഒരാളെന്നാ. ഒരു മൂല്യവും ഇല്ലാത്ത ഒരാൾ വന്നിട്ട് നിങ്ങളെ വീട്ടിൽ വന്ന് ധാർമ്മികത പ്രസംഗിച്ചാൽ നിങ്ങൾ എന്താ പറയാ?
പോടോ ചങ്ങായി, വേറെ പരിപാടി ഉണ്ട് ഞങ്ങൾക്ക് എന്ന് പറയും. കോഴിക്കോട്ടുകാരാണ് അങ്ങനെ പറയും. ഞങ്ങൾക്ക് 100,000 പണിയുണ്ട്, അതിൻ്റെ ഇടയിൽ കൂടെ നിന്റെ ധർമ്മപ്രഭാഷണം എന്ന് പറയും. നേരെ മറിച്ചിട്ട് മൂല്യമുള്ള ഒരു വ്യക്തി, രാജാവിന് തുല്യനായിട്ടുള്ളൊരു വ്യക്തി, അതുകൊണ്ട് നമ്മൾ സന്യാസിമാരെയൊക്കെ മഹാരാജ് എന്നല്ലേ വിളിക്കാറ്, അല്ലേ? ശരിക്കും പിച്ചക്കാരാണല്ലോ, അല്ലേ? ശരിക്കും ഭിക്ഷാടകനാണ്. ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി ഭിക്ഷാം ദേഹി എന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ് സന്യാസി. പക്ഷെ സന്യാസിമാരുടെ ഒക്കെ പേരിന്റെ പുറകിൽ നമ്മൾ മഹാരാജ് എന്ന് വെക്കുക. കാര്യം എന്താ? ഒരു മഹാരാജാവാണ്, സർവസമ്പത്തിന്റെ അധികാരികളാണ്. അഷ്ടാവക്രനെ പോലുള്ള ഒരു നിസ്വനായിട്ടുള്ള ഭിക്ഷാന്തേഹിക്ക് മുമ്പിൽ തൻ്റെ രാജ്യം മുഴുവൻ സമർപ്പിച്ച ജനക മഹാരാജാവ് ഒരു രാജ്യം മുഴുവൻ കൊണ്ടുപോയി വെക്കുകയാണ് ഭിക്ഷാന്തേഹിയായിട്ടുള്ള ഒരു സന്യാസിയുടെ മുമ്പിൽ, ഒരു പിച്ചക്കാരൻ്റെ മുമ്പിൽ. അങ്ങനെ ലോകത്ത് എവിടെയും കാണാൻ പറ്റില്ല, ഭാരതത്തിലേ കാണാൻ പറ്റുള്ളൂ. കാരണം അവൻ്റെ രാജ്യത്തിലും മൂല്യമുള്ള ഒന്നിനെ ഇയാൾ ഉപാസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ മൂല്യമുള്ള ആൾ പറഞ്ഞാൽ മാത്രമേ നമ്മൾ കേൾക്കുള്ളൂ. ഒരു മൂല്യമില്ലാത്ത ഒരാൾ പറഞ്ഞാൽ നമ്മൾ കേൾക്കുകയില്ല. അത് നമുക്കും ബാധകമാണ്. നമ്മുടെ ജീവിതത്തിൽ മൂല്യമില്ല എങ്കിൽ ആ മൂല്യമില്ലാത്ത ആൾ സംസാരിക്കുന്നത് ഒരാളും കേൾക്കാൻ തയ്യാറാവുകയില്ല. നമ്മളെ മക്കൾ കേൾക്കൂല, അമ്മ കേൾക്കൂല, അച്ഛൻ കേൾക്കൂല, ഭാര്യ കേൾക്കൂല, ആരും കേൾക്കൂല. അത് നമുക്ക് അനുഭവം ഉണ്ടാവും. ചിലപ്പോൾ എന്തെങ്കിലും ചെയ്ത് കാണിച്ചിട്ട് പറയാൻ പറയും കുട്ടികൾ. ഇനിയുള്ള കുട്ടികൾ പെട്ടെന്ന് പറയും. കുറച്ചൊക്കെ പണ്ടൊക്കെ കുട്ടികൾ ടീനേജ് ആകുമ്പോൾ പറയായിരുന്നു. ഇപ്പൊ ജെൻസി കുട്ടികൾ 4-5 വയസ്സിലൊക്കെ പറയാൻ തുടങ്ങി. ഞാനൊക്കെ പേടിച്ചിട്ട് എൻ്റെ മോളെടുത്ത് വർത്താനം പറയുന്നത്. അച്ഛൻ എന്തുണ്ടാക്കി എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചു കളയും. അവർക്ക് ഒരു മടിയും ഇതില്ല, വളരെ ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ എവിടെയെങ്കിലും മൂല്യബോധം എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ എനിക്കൊരു വാക്ക് അവളോട് പറയുന്ന സമയത്ത് ആ വാക്കിന് ഒരു വെയിറ്റ് ഉണ്ടാവും. എൻ്റെ മനസ്സിലൊരു വെയിറ്റ് ഉണ്ടാവും. ആ കുട്ടിയുടെ മനസ്സിൽ അത് വെയിറ്റ് ആയിട്ട് അനുഭവപ്പെടും. എൻ്റെ അച്ഛൻ ഇത് പറഞ്ഞു, ദർ ഇസ് സം സ്റ്റഫ് ഇൻ ദാറ്റ്, അതിൻ്റെ അകത്ത് എന്തോ കാര്യമുണ്ട് എന്ന് കുട്ടിക്ക് അനുഭവപ്പെടും. ഭാര്യയ്ക്ക് അനുഭവപ്പെടും, ഭർത്താവിന് അനുഭവപ്പെടും, കുടുംബത്തിന് അനുഭവപ്പെടും, നാട്ടുകാർക്ക് അനുഭവപ്പെടും, വീട്ടുകാർക്ക് അനുഭവപ്പെടും, എല്ലാവർക്കും അനുഭവപ്പെടും. ആ മൂല്യത്തെ എങ്ങനെ വർദ്ധിപ്പിക്കും? ഇതാണ് ചോദ്യം. മൂല്യം 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 എന്ന് പറയാൻ വളരെ എളുപ്പമാണ്. ആ മൂല്യത്തെ എങ്ങനെ വർദ്ധിപ്പിക്കും? ആ മൂല്യം എന്ത്? ഇതാണ് ചോദ്യം. ആ മൂല്യത്തെ കുറിച്ച് 100 ശ്ലോകങ്ങൾ രചിച്ചു കഴിഞ്ഞാൽ അതിന് സൗന്ദര്യലഹരി എന്നാണ് പേര്. ആദ്യത്തെ ശ്ലോകത്തിൻ്റെ ആദ്യത്തെ വരിയിൽ തന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ വാക്കിനെ കാര്യങ്ങളെ മുഴുവൻ സംക്ഷേപിച്ചിരിക്കുന്നു. ശിവശക്തിയായുക്തോ യതി ഭവതി ശക്തപ്രഭവിതം എന്ന് പറഞ്ഞിരിക്കും. ശിവനും ശക്തിയും എന്നിടത്ത് പറഞ്ഞു വരുന്നത് എന്താണെന്ന് നോക്കുക. ശക്തിയില്ലാത്ത ശിവൻ സ്പന്ദിക്കാൻ പോലും, കേവലം സ്പന്ദിക്കാൻ പോലും അശക്തനാണ്. ശിവൻ ശവമായി പോവും. ന സ്പന്ദിത്തുമപ്പി, ഒരു ചെറിയ സ്പന്ദനത്തിന് പോലും ഭഗവാൻ ശക്തനായി ഭവിക്കുന്നില്ല. എന്ന് വെച്ചാൽ അശക്തനായി പോയി. അപ്പോൾ ശക്തി എന്ത്? ചോദ്യം. ശക്തിയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന നേരത്തെ ഞാൻ പറഞ്ഞ മൂല്യം. ശക്തി മാനസികമാവാം, ശാരീരികമാവാം, ആത്മീയമാവാം, സാമൂഹികമാവാം, വൈകാരികമാവാം, പലതരത്തിൽ. ഇതൊക്കെ ശക്തിയാണ്. മാനസിക ശക്തി, മനസ്സിന് ശക്തിയില്ല എന്നല്ലേ പറയാം. മനസ്സിന് ശിവല്ല എന്നാരും പറയാം. മനസ്സിന് ശക്തിയില്ല എന്നല്ലേ പറയാം. മനസ്സിന് ശക്തിയില്ല, ശരീരത്തിന് ശക്തിയില്ല, അല്ലേ? എങ്ങനെയാ പറയാ? അയാൾക്ക് എന്തില്ല? ബന്ധുബലം ഇല്ല. മനസ്സിന് ശക്തിയില്ല, ശരീരത്തിന് ശക്തിയില്ല, ബന്ധുബലം ഇല്ല. ഒന്നും ബലമാണ് അവിടെ വിഷയം, ശക്തിയാണ് അവിടെ വിഷയം. ഈ ശക്തി ഇല്ലാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യത്തിനും എന്തില്ല? അസ്തിത്വമില്ല. ആ ശക്തിയെ ഉണ്ടാക്കുവാൻ വേണ്ടി ഭാരതത്തിലെ ഋഷീശ്വരന്മാർ നിരവധിയായിട്ടുള്ള പദ്ധതികളെ വിഭാവനം ചെയ്തിട്ടുണ്ട്. നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്തു. ആ ശക്തി ഇഹത്തിലെ ജീവിതത്തിനും പരത്തിലെ ജീവിതത്തിനും അത്യാവശ്യമാണ്. ഭോഗാപവർഗദായിനി, ഭോഗത്തിൽ എന്ന് വെച്ചാൽ ധർമാർത്ഥ കാമങ്ങളെ അതിൻ്റെ പൂർണ്ണതയിൽ അനുഭവിക്കുവാനും അവിടെ നിന്ന് പുഷ് ചെയ്ത് അപവർഗത്തിലേക്ക്, മോക്ഷത്തിലേക്ക് കൊണ്ടുപോവാനും ശക്തി കൂടിയേ തീരുകയുള്ളൂ. ആ ശക്തിയെ
100 ശ്ലോകങ്ങളിലായിക്കൊണ്ട് സൗന്ദര്യലഹരിയിൽ ഉപാസിച്ചിരിക്കുന്നു, പറഞ്ഞിരിക്കുന്നു. അത് കേവലം ഒരു സ്തോത്രകൃതിയാണോ? അല്ല. എന്നാൽ സ്തോത്രകൃതിയല്ലേ? ആണ്. 100 ശ്ലോകങ്ങൾ വൈകുന്നേരമായാൽ ഇപ്പോൾ അമ്മമാരൊക്കെ സൗന്ദര്യലഹരി ഉപാസനാ മണ്ഡലിയുടെയൊക്കെ പ്രവർത്തന ഫലമായിട്ട് 100 ശ്ലോകങ്ങൾ ദിവസവും ചൊല്ലുന്ന ആളുകളുണ്ട്. നമ്മളിപ്പോൾ ഈ ക്ലാസ്സിൻ്റെ കൂടെ ഈ ക്ലാസ്സിലുള്ള എല്ലാവർക്കും വേണ്ടി സൗന്ദര്യലഹരി പാരായണം പഠിപ്പിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. സൗന്ദര്യലഹരിയിലെ 100 ശ്ലോകങ്ങൾ പാരായണം ചെയ്യാൻ പഠിക്കുക. നല്ലതല്ലേ? അപ്പം ഒരു കൃതി പഠിക്കും, അതിൻ്റെ ഒപ്പം സൗന്ദര്യലഹരി പാരായണം പഠിക്കും, 100 ശ്ലോകം പാടാൻ പഠിക്കും. അത് വലിയ കാര്യമാണ്. അതും കൂടെ അത് ഇത്തവണ എടുത്തൊരു തീരുമാനമാണ്. അപ്പം അതും കൂടി ഇത്തവണ ഉണ്ട്. അപ്പോൾ സൗന്ദര്യലഹരി പാരായണം ചെയ്യുക, അത് തന്നെ വലിയൊരു കാര്യമാണ്. കാര്യം 100 പൂക്കളുള്ള ഒരു മാല എടുത്ത് ദേവിയുടെ കഴുത്തിലിടുന്ന പോലെയാണ് സൗന്ദര്യലഹരി പാരായണം എല്ലാ ദിവസവും വൈകുന്നേരം. എന്നാൽ അത് കേവലം സ്തോത്രകൃതിയാണോ? അല്ല. അത് ഒരു പ്രായോഗിക ഗ്രന്ഥമാണ്. പ്രായോഗിക ഗ്രന്ഥം. എന്താ പ്രായോഗിക ഗ്രന്ഥം എന്ന് പറയാൻ കാരണം? ഇപ്പം നീന്തൽ നമ്മൾ പറയുമ്പോൾ എപ്പോഴും പറയുന്ന കാര്യമാണ്, നീന്തൽ പോസ്റ്റിൽ പഠിക്കാൻ പറ്റില്ല എന്നാണ് പറയുക അല്ലേ? ചാറ്റ് GPT നോക്കി നീന്താൻ പറ്റുമോ? എല്ലാം ചാറ്റ് GPT നോക്കി പറ്റും. പക്ഷെ ഇപ്പോൾ ചാറ്റ് GPT നോക്കി നീ ഹൗ ടു സ്വിം ചാറ്റ് GPT പ്രോംപ്റ്റ് കൊടുത്താൽ അങ്ങനെയൊക്കെ ചെയ്താൽ മതി എന്നൊക്കെ പറയും. എന്നിട്ട് അത് നോക്കിയിട്ട് വെള്ളത്തിൽ പോയി ചാടിയാൽ എന്തുണ്ടോ? ചാറ്റ് GPT പറഞ്ഞാണ് മുങ്ങി ചത്തുപോയി പക്ഷെ ആള് എന്നുള്ള. അപ്പം എന്താ? പ്രായോഗികമായ ഒരു പഠനം ആവശ്യമുള്ള കാര്യങ്ങളുണ്ട്, പ്രായോഗികത ആവശ്യമുള്ളത്. തന്ത്രങ്ങൾ പ്രായോഗികമാണ്. തന്ത്രം കേവലം എന്താണ്? കസേരയിൽ ഇരുന്നിട്ട് അത് അങ്ങനെയാണ്, ഇത് ഇങ്ങനെയാണ്, അത് അങ്ങനെ പറയലില്ല. പിന്നെയോ അവിടെയുള്ള പരമചൈതന്യത്തെ ടേബിൾ ടോപ്പിൽ കൊണ്ടുവന്ന് തൊടാനും അനുഭവിക്കാനും ജീവിതത്തിൽ കൊണ്ടുവരാനും പരിശീലിപ്പിക്കുന്നതിൻ്റെ പേരാണ് തന്ത്രം. അതിനെ കൊണ്ട് അതിനെ തന്ത്രം എന്ന് വിളിക്കുന്നത്. അല്ലെങ്കിൽ അത് കേവലം തത്വചിന്തയാണ്. തത്വചിന്ത കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ഗുണമില്ല എന്നല്ല, വിശപ്പ് മാറിയ ഗുണമുണ്ട്. വിവേകാനന്ദ സ്വാമി പറഞ്ഞാൽ വിശക്കുന്നവൻ്റെ അടുത്ത് വേദാന്തം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? വിശപ്പ് മാറിയവൻ്റെ അടുത്ത് വേദാന്തം പറയാം. കാര്യം എന്താ? ഇവന് ഇഷ്ടമാതിരി സമയമുണ്ട്, ഇവനിതൊക്കെ പറയാം, ഇവൻ എന്ത് വേണമെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കാം ഇല്ലേ? സംസാരിച്ചുകൊണ്ടിരിക്കാം. പലപ്പോഴും ആലോചിക്കാറുണ്ട്, പുരുഷന്മാരാണ് കൂടുതൽ ഇത്തരം കാര്യങ്ങളിൽ ഇൻട്രസ്റ്റോടെ സംസാരിക്കുക. ആദ്യമൊക്കെ ഫിലോസഫിക്കൽ പരിപാടികളൊക്കെ പുരുഷന്മാരൊരു ഏരിയയാണ്. സ്ത്രീ ഫിലോസഫിക്കൽ അല്ല ഞാൻ പറയുന്നത്, സ്ത്രീയാണ് ഏറ്റവും ഫിലോസഫിക്കൽ. പക്ഷെ പറച്ചിൽ കൂടുതൽ പുരുഷന്മാരാണ് പറയുക. ഇനി രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയാണ്, പുരുഷന്മാരാണ്. ഞാൻ പുരുഷനാണെങ്കിൽ പോലും ഇപ്പോൾ തൽക്കാലം അങ്ങനെ പറയാണ്ടക്കാൻ വകയില്ല. ഓഷോനോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഭഗവാൻ സ്ത്രീകളായിട്ടുള്ള മിസ്റ്റിക്കുകളുടെ എണ്ണം കുറവ്? ഓഷോന് പറയുന്ന മറുപടി, പുരുഷന്മാരെക്കാൾ എത്രയോ ഇരട്ടി സ്ത്രീകൾ എൻലൈറ്റൻഡ് ആയിരുന്നു, പക്ഷെ ഒരു ഇത് കൊട്ടിപ്പാടി നടക്കാറില്ല എന്ന് മാത്രം. എന്ന് വെച്ചാൽ പുരുഷൻ എൻലൈറ്റ്മെന്റിന് ഒരു ഇത്തിരി കിട്ടിയ ഉടനെ ബുദ്ധൻ സാരനാഥത്ത് പോയിട്ട് ധർമ്മ പരിവർത്തന ചക്രം കറക്കി. ആര് സത്യങ്ങൾ ഇതൊക്കെയാണ്. ഒരു യേശുവിന് ഇത് കിട്ടുന്ന മൂപ്പര് മലയുടെ മുകളിലേക്ക് ഓടിപ്പോയി ഗിരിപ്രഭാഷണമൊക്കെ നടത്തി. ഭഗവാൻ കൃഷ്ണൻ ഭഗവത്ഗീത പറയും. അങ്ങനെ നാട്ടുകാരോട് പറഞ്ഞില്ല, ഒരു സമാധാനമില്ല. എന്നാൽ സ്ത്രീകൾ എത്രയോ എൻലൈറ്റൻഡ് ആയിട്ട്, വളരെ സ്വസ്ഥമായി എൻലൈറ്റൻഡ് ആയിട്ട് കടന്നുകൊണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒരു വ്രജഗോപികയുടെ പേരിൽ ഒരു കൃതി കണ്ടിട്ടുണ്ടോ? വൃന്ദാവനത്തിലെ ഗോപികമാരെക്കാളും വലിയ ഭഗവാൻ അനുഭവിച്ച ആരുമില്ല. വ്രജഗോപികമാരെ പോലത്തെ ആരുമില്ല. എന്നെ നാരദ ഭക്തി സൂത്രം എടുത്ത സമയത്ത് പറഞ്ഞു. നാരദൻ പറയാണ്, അപ്പോൾ നാരദനാണ്, നാരദൻ പറയാണ് ഭക്തി എങ്ങനെ വേണം? വ്രജഗോപികയെ പോലെ. വ്രജഗോപിക പറഞ്ഞോ മൂപ്പരോട് ഇന്നെ പോലെ ഭക്തി വേണമെന്ന്? വ്രജഗോപിക എവിടെ ഇത് പറഞ്ഞിട്ടില്ല. വ്രജഗോപികയ്ക്ക് അവരെ റെഫറൻസ് ആക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെപ്പോലത്തെ ഭക്തി എല്ലാവർക്കും വേണേ. ഞാൻ ഉടനെ ഒരു പുസ്തകം എഴുതാം, ഭക്തി സൂത്രം. വ്രജഗോപിക എഴുതിയ, രാധ എഴുതിയ ഭക്തി സൂത്രം. അങ്ങനെ സാധനം കാണാനില്ലല്ലോ. അങ്ങനെ സാധനം കാണാനില്ല. നാരദൻ എഴുതിയിട്ടുണ്ട് ഭക്തി സൂത്രം. കാര്യം എന്താ? അത് ആത്മാർത്ഥമായ ഒരു ഒഴുക്കാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, എന്തുകൊണ്ടാണ് ഇത്രയും സമയം ചെലവഴിക്കാൻ പറ്റുന്നത് ചോദിച്ചാൽ, പൊതുവിലുള്ള സാമൂഹ്യ ഘടനയൊക്കെ വെച്ച് സ്ത്രീകൾക്ക് ധാരാളം ജോലികൾ സമൂഹം കൊടുത്തു വെച്ചിട്ടുണ്ട്. പുരുഷൻ സത്യം പറഞ്ഞാൽ ജോലികളുടെ എണ്ണം കുറവാണ്. പറയുമ്പോൾ പറയും
അതുകൊണ്ട് ഇതിനൊക്കെ നേരമുണ്ട്. അതുകൊണ്ട് ഗാസയിൽ എന്ത് സംഭവിച്ചു എന്നും പലസ്തീനിൽ എന്ത് സംഭവിച്ചു എന്നും ഇതൊക്കെ ഡിസ്കസ് ചെയ്യാൻ നേരമുണ്ട്. അപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഭാര്യയോട് ചോദിക്കും, ഗാസയിൽ എന്ത് സംഭവിച്ചു? ഭാര്യ ചോദിക്കും, ഏത് ഗാസ? ഗ്യാസ് തീർന്നിട്ട് 5 ദിവസമായി എന്നാ പറയുന്നത്. അപ്പോൾ ഇത് ഇയാൾ അറിഞ്ഞിട്ടില്ല, ഗാസയിലെ കാര്യമാണ്. അപ്പോൾ ആ ഗാസയിലെ കാര്യം ഇയാൾക്ക് ചിന്തിക്കാൻ സമയം കിട്ടുന്നത് ഇയാൾക്ക് സമയത്തിന് ഭക്ഷണം കിട്ടണ്ടേ? അപ്പോൾ ഇയാൾക്ക് ഇതൊക്കെ ആലോചിക്കാം. അപ്പോൾ വിശപ്പ് മാറിയവന് ഫിലോസഫി വരും, തത്വചിന്ത വരും, ഇതൊക്കെ വരും. പക്ഷെ വിശപ്പ് മാറ്റാൻ എന്ത് വേണം? പ്രാക്ടിക്കലായിട്ടുള്ള പ്രാക്ടിക്കാലിറ്റി വേണം, ഒരു പ്രാക്ടിക്കൽ നോളജ് വേണം. നിങ്ങളുടെ എല്ലാ വിശപ്പും മാറ്റുന്ന ഒരു പ്രാക്ടിക്കൽ നോളജ് പ്രാക്ടീസ് ചെയ്തിട്ടല്ലേ പഠിക്കുക, അല്ല അതിനെക്കുറിച്ച് ഉപന്യസിക്കുക ചെയ്യുക. 5 പുറത്തിൽ കുറയാതെ ഉപന്യസിക്കുക, അങ്ങനെയൊക്കെ നമ്മൾ പരീക്ഷയ്ക്ക് എഴുതിയിട്ടില്ലേ? ഭാരതത്തിന്റെ പട്ടിണി എങ്ങനെ മാറ്റാം? 5 പുറത്തിൽ കുറയാതെ പട്ടിണി, പോവർട്ടി എലിവിയേഷനെ കുറിച്ച് 5 പുറത്തിൽ കവിയാതെ ഉപന്യസിക്കുക. എത്ര നമ്മളൊക്കെ ഉപന്യസിച്ച്, ഈ ഉപന്യസിച്ചിട്ട് പട്ടിണി മാറിയോ ഭാരതത്തിലെ? എന്നാൽ ആ നേരത്തിന് കുട്ടിയെ പട്ടിണി മാറാനുള്ള എന്തെങ്കിലും ഒരു സ്കില്ല് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അത് 10 ആളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പട്ടിണി കുറച്ചെങ്കിലും മാറൂലായിരുന്നു. അങ്ങനെ ഒരു വിദ്യാഭ്യാസം നമുക്ക് ഉണ്ടായോ? ഉണ്ടാവൂല. കാരണം എന്താ? ബ്രിട്ടീഷുകാർ തന്ന നല്ല വിദ്യാഭ്യാസമാണല്ലോ നമുക്കുള്ളത്. നമുക്ക് ഉപന്യസിച്ചാൽ മതി കടലാസിൽ. പട്ടിണി ബുള്ളറ്റ് പോയിന്റ് 1 പട്ടിണി മാറാനുള്ള പോയിന്റ്, 2 പട്ടിണി മാറാനുള്ള പോയിന്റ്, 3 പട്ടിണി മാറാനുള്ള പോയിന്റ്. ഇനി പട്ടിണി മാറാൻ വേണ്ടി ആരൊക്കെ എന്തൊക്കെ പദ്ധതി ആവിഷ്കരിച്ചു, ഗരീബി ഹട്ടാവോ ഇന്ദിരാഗാന്ധി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ എഴുതാൻ നമുക്കറിയാം. പക്ഷെ പട്ടിണി എന്തുകൊണ്ട് മാറുന്നില്ല? പട്ടിണി മാറാത്തത് പട്ടിണി മാറാൻ ആക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ആക്ഷൻ എവിടെ നഷ്ടപ്പെട്ടു പോയി? ചോദ്യം. ഇത് ആധ്യാത്മികതയിലും ബാധകമാണ്. ആധ്യാത്മികതയിലും ബാധകമാണ്. സമ്പത്തുണ്ടാവാൻ എന്ത് ചെയ്യണം? ചോദ്യം. സമ്പത്തുണ്ടാവാൻ പ്രാർത്ഥിച്ചാൽ മതി. അങ്ങനെ നമ്മൾ ചിന്തിക്കാറുണ്ട് ഇല്ലേ? മസിൽ ഉണ്ടാവാൻ എന്ത് ചെയ്യണം? അത് ജിമ്മിൽ പോകണം. എന്നാ പിന്നെ പ്രാർത്ഥിച്ചാൽ പോരെ? രാവിലെ എണീറ്റിട്ട് ബൈസെപ്സ് ഉണ്ടാവണേ, ട്രൈസെപ്സ് ഉണ്ടാവണേ, ആബ്സ് ഉണ്ടാവണേ എന്നൊന്നും പ്രാർത്ഥിച്ചിട്ട് ഇതൊന്നും ഉണ്ടാവുന്നില്ല. സമ്പത്ത് ഉണ്ടാവാൻ മാത്രം പ്രാർത്ഥന, അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാവാൻ പ്രാർത്ഥന, പിന്നെയോ മസിൽ ഉണ്ടാവാൻ ജിമ്മിൽ പോയിട്ട് വെയിറ്റ് എടുക്കും. മസിൽ ഉണ്ടാവാൻ ജിമ്മിൽ പോയി വെയിറ്റ് എടുക്കുന്നുണ്ട് എങ്കിൽ സമ്പത്ത് ഉണ്ടാവാൻ പ്രാക്ടീസ് ഉണ്ട്. സമ്പത്ത് മാത്രമല്ല, ഞാൻ ഒരു ഉദാഹരണ സമ്പത്ത് എന്ന് പറഞ്ഞു. ആ പ്രാക്ടീസ് എന്ത്? ഇതാണ് ചോദ്യം. ആ പ്രാക്ടീസ് സാധനയാണ്. ആ സാധന കേവലം സാധനയല്ല, അത് ഉപാസനാപരമായി അതിനെ സ്വീകരിക്കലാണ്. അപ്പോൾ ഉപാസന സ്വീകരിക്കണമെങ്കിൽ എന്ത് വേണം? ഇതാണ് ചോദ്യം. ഏത് കാര്യത്തിലും ഉപാസന സ്വീകരിക്കണമെങ്കിൽ വളരെ പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ജിമ്മിൻ്റെ തന്നെ ഉദാഹരണം പറയാം. ജിമ്മിൽ ഒരു ഇൻസ്ട്രക്ടർ ഉണ്ടാവും. അയാൾ പറയും നമ്മളോട്, ഇന്ന് 5 കിലോ പൊക്കിയാൽ മതി, നാളെ 6 കിലോ പൊക്കാം, മറ്റന്നാൾ 7 കിലോ പൊക്കാം എന്നൊക്കെ. പക്ഷെ നമ്മൾ ജിമ്മിൽ ഇൻസ്ട്രക്ടർ ഇല്ലാത്ത ജിമ്മിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ നാളെ തന്നെ മസിൽ ഉണ്ടാക്കണം എന്ന് വെച്ച് 20 കിലോ അങ്ങ് പൊക്കി നയിക്കാം. എന്തുണ്ടാവും? അങ്ങനെയൊക്കെയുള്ള അനുഭവമുള്ള ആൾക്കാരുണ്ടല്ലോ ഇതിൻ്റെ അകത്ത്. ഞാൻ പറയുന്നില്ല, ഞാൻ ഉൾപ്പെടെ ഇല്ലേ? അപ്പോൾ ഇൻസ്ട്രക്ടർ വന്നിട്ട് പറയും, അയ്യോ ഇത്ര പൊക്കരുത്, അത് ഇങ്ങനെ പൊക്കരുത്, അത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ എന്തുകൊണ്ട് അപകടം ഉണ്ടായി? മസിലൊക്കെ അത് അനുഭവമുള്ള ഒരു കൈ വെക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെയൊക്കെ മസിലൊക്കെ സോറായി, അല്ലെങ്കിൽ ടയറായി, ചിലപ്പോൾ ലിഗമെന്റ് പ്രശ്നമായി. ഇതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരും. എന്താ? വെയിറ്റ് പൊക്കിയിട്ട് വന്നു, ഇന്ന് ജിമ്മിനാണ് കുറ്റം, ഞാൻ വെയിറ്റ് എടുത്ത്. അപ്പോൾ ഡോക്ടർ ചോദിക്കും, വെയിറ്റ് എടുക്കണ്ട. ഡോക്ടർ ഉടനെ പറഞ്ഞു വെയിറ്റ് എടുക്കണ്ട. വെയിറ്റ് ആര് പറഞ്ഞു നിങ്ങളോട് ഇത്ര വെയിറ്റ് എടുക്കാൻ എന്ന ചോദ്യത്തിന് ഒരു ഉത്തരമില്ല. ഞാൻ ഇഷ്ടപ്രകാരം വെയിറ്റ് എടുത്തു, അശാസ്ത്രീയമായിട്ട് വെയിറ്റ് എടുത്തു. എന്തുകൊണ്ട് അശാസ്ത്രീയമായിട്ട് വെയിറ്റ് എടുത്തു? ജ്ഞാനമില്ലാത്തതുകൊണ്ട്. ആ വിഷയത്തിൽ ജ്ഞാനമില്ലാത്തത് കൊണ്ട് അപകടം സംഭവിച്ചു. ഇത് തന്നെയാണ് ഉപാസനയിൽ സംഭവിക്കുക. സമ്പത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാവണം, അല്ലെങ്കിൽ സ്ത്രീ ഉണ്ടാവണം വീട്ടിൽ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, ധാരാളം. ഇന്ന് അസുഖം മാറണം, അങ്ങനെ പലതുണ്ടല്ലോ. ജീവിത സംബന്ധിയായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഉപാസന ഉണ്ടാവും. പക്ഷെ അത് നമ്മളങ്ങ് വായിച്ച് നമ്മളങ്ങ് തുടങ്ങി പരിപാടി, ഉടനെ പ്രശ്നമായി. കാരണം എന്താ? നമ്മൾ അതേക്കുറിച്ചുള്ള ജ്ഞാനത്തെ സ്വീകരിച്ചിട്ടില്ല. ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ ചര്യയും ക്രിയയും അതിൻ്റെ കൂടെ ഉള്ളൂ. ഇതിനെ മൂന്നിനെയും കൂടെ യോജിപ്പിക്കുന്നതാണ് യോഗം.
അപ്പം ജ്ഞാനപാദം, യോഗപാദം, ചര്യാപാദം, ക്രിയാപാദം എന്ന് തന്ത്രങ്ങൾക്ക് തിരിവുണ്ട്. ഒരു ജ്ഞാനഭാഗമുണ്ട്. ആ ജ്ഞാനം അറിഞ്ഞ ഒരാൾക്കാണ് അതിൻ്റെ ക്രിയ ചെയ്യാനുള്ള അറിവുണ്ടാവുക. ക്രിയ നിരന്തരം ചെയ്യുമ്പോൾ അത് ചര്യയായിട്ട് മാറും, അതൊരു ഹാബിറ്റായിട്ട് മാറും, അത് ശീലമായിട്ട് മാറും. ഇത് മൂന്നും കൂടി ഒരൊറ്റ തലത്തിൽ സംയമനം ചെയ്യപ്പെടുമ്പോൾ, യോഗസൂത്രത്തിലൊക്കെ ധ്യാനം, ധാരണ, സമാധി മൂന്നും കൂടി ചേരുമ്പോൾ സംയമനീ വിദ്യ എന്ന് പറയാം. ഇത് മൂന്നും കൂടി സമന്വയിപ്പിക്കപ്പെടുമ്പോൾ, സംയമനം ചെയ്യപ്പെടുമ്പോൾ അതിനെ യോഗം എന്ന് വിളിക്കുന്നു. യോഗമായിട്ട് ഭവിക്കും. അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറും. അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളിലും ഇപ്പോൾ ഇത്തവണത്തെ ആദ്യത്തെ ഇനിഷ്യേറ്റീവാണ് സൗന്ദര്യലഹരി പാരായണം പഠിപ്പിക്കുക എന്നുള്ളത്. നിത്യ പഠിപ്പിക്കുന്നുണ്ടാവും പാരായണം. അപ്പോൾ എല്ലാവരും ചൊല്ലാൻ പഠിക്കുക. ജീവിതത്തിൽ സൗന്ദര്യലഹരി മുഴുവൻ ചൊല്ലാൻ പഠിക്കുന്നത് വലിയൊരു കാര്യമാണ്. അതിമനോഹരമായിട്ടുള്ള ഒരു കൃതിയാണ്. അത് പഠിക്കുക. 2, ഇത് ഉപാസനയായിട്ട് സ്വീകരിക്കണം, ക്രിയയായിട്ട് സ്വീകരിക്കണം എന്നുള്ളവർ ഈ ക്ലാസ് മുഴുവൻ കേട്ടതിന് ശേഷം നമ്മുടെ വെബ്സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്തിട്ട് അപ്പോൾ കോൾ വരും നിങ്ങൾക്ക്. ഋതംബരയ്ക്ക് വരിക. ഒരു 3 ദിവസം ചിലവാക്കാൻ കയ്യിൽ വെക്കണം എന്ന് മാത്രം. ഇവിടെ താമസിക്കാം, ഇവിടെ പഠിക്കാം. ഇവിടുന്ന് 3 ദിവസം വളരെ കൃത്യമായി അതിൻ്റെ പ്രായോഗിക അവധി ഉപാസനയായിട്ട് പഠിക്കാം. അങ്ങനെ പഠിച്ച ആൾക്കാരൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതിൽ തന്നെ കാണുന്നുണ്ട് ഇവരൊക്കെ. അങ്ങനെ പഠിക്കാം. എന്നിട്ട് അത് പഠിച്ചിരുന്നാൽ പോരാ, അത് വീട്ടിൽ പോയി പ്രയോഗിക്കുക. എപ്പോഴെങ്കിലും ആവശ്യം വരുന്ന സമയത്ത് അത് പ്രയോഗിക്കുക. ഏതർത്ഥത്തിൽ? ലോക കല്യാണാർത്ഥം, ലോകത്തിൻ്റെ ഹിതത്തിനായിക്കൊണ്ട്. എൻ്റെ ഹിതം തന്നെയാണ് ലോകത്തിൻ്റെ ഹിതം. എനിക്ക് ഹിതകരമായി ഭവിക്കണം ഒരു കാര്യമെന്ന് ഞാൻ ചിന്തിച്ചാൽ അത് ലോകത്തിൻ്റെ ഹിതമാണ്. നല്ല ഒരു മനുഷ്യന് ധനം ഉണ്ടായാൽ അത് ലോകത്തിന് ഗുണമല്ലേ? അല്ലേ? നല്ല മനസ്സുള്ള ഒരു മനുഷ്യൻ്റെ അടുത്ത് ധാരാളം ധനം ഉണ്ടായി നിൽക്കുക, അത് ലോകത്തിന് ഗുണമാണോ ദോഷമാണോ? ലോകത്തിന് ഗുണമാണ്. അപ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യം നമ്മൾ നല്ല മനുഷ്യനാണോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നല്ല മനുഷ്യനാവുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. നമ്മൾ നല്ല മനുഷ്യനാവുക എങ്ങനെയാണ്? നമ്മൾ നല്ല മനുഷ്യനാവുക നേരത്തെ പറഞ്ഞ ജ്യേഷ്ഠ ഭഗവതിയെ അടിച്ചു പുറത്താക്കിക്കൊണ്ടാണ്. നേരത്തെ ധുമാവതി എന്നൊരു അപേജിയാന്ന് തോന്നുന്നു, ധുമാവതി എന്നുള്ളൊരു പരാമർശം ഇതിൻ്റെ അകത്തിട്ടു. ജ്യേഷ്ഠയാ, മൂത്തവൾ, ഏറ്റവും മൂത്തവളാണ് ധുമാവതി. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നേരത്തെ പറഞ്ഞില്ലേ ധുമാവതി എന്ന് പറഞ്ഞതിപ്പോൾ ഇവിടെ അദ്ദേഹം ആരെങ്കിലും എന്താണ് ദരിദ്രവാസികളായിട്ടുള്ള ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഇട്ടതാണ് ധുമാവതി. അപ്പോൾ അതാണ് ചോദിച്ചാൽ കണ്ടുപിടിച്ച് പറഞ്ഞല്ലേ. അത് ശരിയാ അദ്ദേഹം പറഞ്ഞു, ധുമാവതി. ആരാ ധുമാവതി എന്നറിയോ? ദശമഹാവിദ്യ പഠിച്ചവർക്കറിയാം. വിരഹത്തിൻ്റെ, ഒഴിവാക്കലിൻ്റെ, ഒറ്റപ്പെടലിൻ്റെ, മാറ്റി നിർത്തലിൻ്റെ ഒക്കെ വ്യഥ ഉള്ളിൽ പേറി 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 ശിവൻ തൻ്റെ മായാസ്വരൂപത്തിലേക്ക് മറഞ്ഞതിന് ശേഷം, തൻ്റെ അമൃതകലയിലേക്ക് മറഞ്ഞതിന് ശേഷം, തിരോഭാവാവസ്ഥയിലേക്ക് പോയതിന് ശേഷം, ഒറ്റപ്പെടലിൻ്റെ, വിരഹത്തിൻ്റെ, മാറ്റിവെക്കലിൻ്റെ, അവജ്ഞയുടെ, അവഗണനയുടെ എല്ലാ അവസ്ഥകളും ഒരു വ്യക്തിയിൽ ഒരുമിച്ച് സംഭവിച്ചതിൻ്റെ പ്രകടനമാണ് ധുമാവതിയുടെ അവസ്ഥ. അതുകൊണ്ട് അവളുടെ നിറം നരച്ചിരിക്കുകയാണ്, അവളുടെ മുടി നരച്ചതാണ്, അവളുടെ ശരീരത്തിന് തൊലി ചുളുങ്ങിയിരിക്കുകയാണ്, അവളുടെ കയ്യിൽ ഒരു ചൂലും മുറ ഉള്ളത്. ചൂലും മുറ എന്തിനാണെന്നറിയോ? ചണ്ടി അല്ലെങ്കിൽ അടിച്ച് വാരിയിട്ട് നമ്മൾ വരുമ്പോൾ നമ്മളെ മേലേക്ക് ഇടാണ്, വൃത്തിയാക്കാൻ. കാക്ക വലിക്കുന്ന തേരാണ്. എന്തൊക്കെ പക്ഷികളുടെ ലോകത്ത് നിന്നിട്ട് അതിൽ കാക്ക തന്നെ വലിക്കണം. കാക്ക വലിക്കുന്ന തേരാണ്. അവള് വരുന്ന സമയത്ത് തന്നെ കാക്കകൾ ഇങ്ങനെ കരയുന്ന ഒച്ച കേൾക്കുകയും ദുർഗന്ധം വമിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ധും ധും ധുമാവതി എന്ന് തന്ത്രം വിളിക്കുന്ന ആ അവസ്ഥ എന്തുകൊണ്ട് സംഭവിച്ചു? എന്താ ആ അവസ്ഥയ്ക്ക് കാരണമായിരിക്കുന്നത്? നേരത്തെ ഞാൻ പറഞ്ഞ മൂല്യം നഷ്ടപ്പെട്ടു, മൂല്യചോരണം സംഭവിക്കുക. ഈ മൂല്യചോരണം സംഭവിച്ചാൽ നമ്മളൊക്കെ ധുമാവതി കണക്കെ, നമ്മളൊക്കെ ജ്യേഷ്ഠ കണക്കെ. മൂശട്ട എന്നൊക്കെ പറയില്ല ആൾക്കാർ, മൂത്ത ജ്യേഷ്ഠ അല്ലേ, മൂശട്ട, അങ്ങനെ ജ്യേഷ്ഠ, അങ്ങനെയായി പോവുക. അത് നമ്മൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും. ആളുകളുടെ ജീവിതത്തിൽ നോക്കിയാൽ മനസ്സിലാവും. സാമ്പത്തിക പരാധീനതകളൊക്കെ ഒരുപാട് വർദ്ധിച്ച് വരുന്ന സമയത്ത് ആളുകളുടെ സ്വഭാവം മാറും. അവഗണന സമൂഹത്തിൽ നിന്ന് വരുന്ന സമയത്ത് ആളുകളുടെ സ്വഭാവം മാറും.
അവർക്കൊരു വെനജൻസ് വരും ലോകത്തിനോട് മുഴുവൻ. റിവെഞ്ചാണ് പിന്നെ അവരെ എല്ലാ കാര്യവും. ക്ലാസ്സിലൊക്കെ വികൃതി കുട്ടികൾ വല്ലാതെ വികൃതി ആകുന്ന സമയത്ത് ഒരു ഡീവിയൻ്റ് കിഡാവാൻ കാരണം ആ ക്ലാസ് റൂം ആ കുട്ടിയോട് അവഗണനാപൂർവ്വം അവജ്ഞാപൂർവ്വം പെരുമാറുന്നതുകൊണ്ടാണെന്നാണ് പറയാം. അതാണല്ലോ ക്രിമിനൽസ് ആക്കി മാറ്റുന്നത്. ഇപ്പൊ ലോകത്തുള്ള ക്രിമിനൽസിന്റെ മനസ്സിലൊക്കെ എന്താ വസിക്കുന്നത്? ജ്യേഷ്ഠയാ. ആ ക്രിമിനൽസ് കള്ളാനും കൊല്ലാനും ഒന്നും ചെയ്യാൻ പോണമെന്നില്ല. നല്ല മനോഹരമായ വസ്ത്രമൊക്കെ ധരിച്ച് മനോഹരമായി നടക്കണം. പക്ഷെ ഉള്ളിൽ എന്തായിരിക്കും? ജ്യേഷ്ഠ. അങ്ങനെയുള്ള ഒരാളുടെ കയ്യിൽ ധനം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകദ്രോഹാർത്ഥമായി ഉപയോഗിക്കും. പക്ഷെ മനസ്സിൽ ശ്രീയുള്ള ഒരാളുടെ മനസ്സിലേക്ക് അല്ലെ ഹൃദയത്തിലേക്ക് ഐശ്വര്യം ശ്രീയായ രൂപത്തിൽ കടന്നു വന്നിട്ടുള്ള ഒരാളിലാണ് സമ്പത്തിന്റെ പ്രവാഹം ഉണ്ടാവുന്നെങ്കിൽ അത് ലോകത്തിന് കല്യാണമായിക്കൊണ്ട് സംഭവിക്കും. ആ ലോകത്തിന് കല്യാണമായി സംഭവിപ്പിക്കാൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ എന്ത് തരത്തിലുള്ള പരിവർത്തനമാണ് സൗന്ദര്യലഹരി ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഈ ബാച്ചിൻ്റെ ക്ലാസ്സിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ ബാച്ച് കുറച്ചും കൂടെ അതിൻ്റെ കൃതി ബേസ് ചെയ്തിട്ടുള്ളതായിരുന്നു. ഇത്തവണ അങ്ങനെ തന്നെയാണ്, കൃതി ബേസ് ചെയ്തിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കുക. പക്ഷേ കുറച്ചും കൂടെ അതിൻ്റെ പ്രാക്ടിക്കൽ സൈഡിൽ എങ്ങനെ അതിനെ സമീപിക്കാം എന്ന കഴിഞ്ഞ തവണത്തെ ക്ലാസ് അല്ല, ഇത്തവണ വേറൊരു അപ്രോച്ച് എടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവും എന്നാണ് വിചാരിക്കുന്നത്. നിർമ്മലാനന്ദ സ്വാമി പറഞ്ഞ പോലെ എൻ്റെ ഭ്രാന്ത് നിങ്ങളൊക്കെ ഇപ്പോൾ പഠിച്ചില്ലേ നന്നായി എന്ന് പറയുന്നത് പോലെ ഒരു പരിപാടിയാണ് ഇതെന്ന് വിചാരിച്ചാൽ മതി. ആ ഒരു യാത്ര, ആ യാത്രയിൽ സൗന്ദര്യലഹരിയിലെ 100 ശ്ലോകങ്ങൾ, ആ 100 ശ്ലോകങ്ങൾ 100 പ്രയോഗങ്ങളാണ്. 100 പ്രയോഗങ്ങളാണ്. 100 സിദ്ധി തരുന്ന 100 ശ്ലോകങ്ങൾ. ആ 100 സിദ്ധി തരുന്ന 100 ശ്ലോകങ്ങളിലൂടെ അതിൻ്റെ പ്രായോഗികതയെ മുൻനിർത്തിക്കൊണ്ട് അതിൻ്റെ പ്രായോഗിക വശം എങ്ങനെയാണ് പോകുന്നത് എന്ന് ആലോചിച്ചുകൊണ്ട്, അതിൽ വിചിന്തനം ചെയ്തുകൊണ്ട്, അതിൽ ധ്യാനവും അതിൽ ആധ്യാത്മികമായിട്ടുള്ള മറ്റ് പ്രാക്ടീസസും ചെയ്തുകൊണ്ട് ഒരു 45 ദിവസം എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ തവണ സൗന്ദര്യലഹരി എടുത്ത സമയത്ത്, ഏതോ ഒരു ക്ലാസ് എടുത്ത സമയത്ത് ഞങ്ങൾ ഒരു 5 AM ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തിരുന്നു കുറേ മുമ്പേ. എല്ലാവരും കുറേ ആൾക്കാർ ചെയ്യുന്നുണ്ട്. രാവിലെ 5:30 ക്ലബ്ബ് 5:30 ക്ലാസ്. എല്ലാ ദിവസവും രാവിലെ 5:30 ക്ലാസ്. അപ്പോൾ കുറേ ആളുണ്ടായിരുന്നു ആ ക്ലാസ്സിന്. എല്ലാവരും 5:30 എഴുന്നേൽക്കുന്നു. പ്രതിജ്ഞാഹൃദയ ഡിസ്കസ് ചെയ്തു തോന്നുന്നു. അപ്പോൾ കുറച്ച് ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് ഒരു 5:30 ക്ലബ്ബ്. നല്ല രസമായിരുന്നു അത്. ഒരു 3 വർഷം മുമ്പാന്ന് തോന്നുന്നു. അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ പ്രസിഡന്റിനോട് ആരോടോ പറഞ്ഞു, നമുക്കൊരു ബ്രഹ്മമുഹൂർത്ത ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്യണം. ആരും പേടിക്കണ്ട കേട്ടോ, സൗന്ദര്യലഹരി ബ്രഹ്മമുഹൂർത്തത്തിലല്ല. ഒരു ബ്രഹ്മമുഹൂർത്ത സൗന്ദര്യലഹരി ക്ലാസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ക്ലാസ് വെക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. പ്രസിദ്ധേട്ടൻ ഇവരിപ്പോൾ എന്ത് പറഞ്ഞാലും ആന്ന് പറയും. അപ്പോൾ അതുപോലെ ഇവർ ആന്ന് അതിനും പറഞ്ഞു. പക്ഷെ ഞാൻ ഈ പറഞ്ഞത് ദേവിയാണ് കേട്ടത്, പ്രസിദ്ധേട്ടനല്ല കേട്ടത്, ദേവിയാണ് കേട്ടത്. തഥാഗതക്കാരല്ല കേട്ടത്, ദേവി നേരിട്ട് കേട്ടത്. ഓ തഥാസ്തു എന്ന് പറഞ്ഞു എന്നോട്. ഞാനത് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് ഞാൻ അറിഞ്ഞുകൂടായിരുന്നു ഈ വിജയദശമി ദിവസം ഇത് തുടങ്ങുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു സാഹചര്യം വന്നു ചേരുന്നു. ഞാൻ അടുത്ത 9-ാം തീയതി ഒരു യാത്ര പോവാണ്, ഒരു 1.5 മാസത്തേക്ക്. ആ യാത്ര പോകുന്ന സ്ഥലത്ത് ഞാൻ നിങ്ങളെ 8:30 ക്ലാസ് എടുക്കണമെങ്കിൽ ഞാൻ ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ക്ലാസ് എടുക്കണം. അപ്പോൾ ദേവി എന്നോട് പറഞ്ഞു തഥാസ്തുന്ന്. ഇപ്പം അതാ എനിക്കാണ് കിട്ടിയത്. അപ്പോൾ ഭാഗ്യം. അപ്പം നിങ്ങളത് 8:30 ഇരുന്നാൽ മതി. പക്ഷെ ഞാനത് പുലർച്ചെ 3:30 എടുക്കണം ഈ 45 ദിവസം ക്ലാസ് എന്നുള്ളതാണ്. ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഈ സമയത്ത് ഇങ്ങനെ ഒരു യാത്ര പോകേണ്ടി വരുന്നു. പോയില്ലെങ്കിൽ സന്തുഷ്ടകരമായ കുടുംബജീവിതത്തിന് അനുസരണാശീലം വളരെ അത്യാവശ്യമാണെന്നാണല്ലോ പറയാം. അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു യാത്രയാണ്, പോയേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഒരു 45 ദിവസം എനിക്ക് ബ്രഹ്മമുഹൂർത്തത്തിലാണ് നിങ്ങളുടെ ക്ലാസ്. അപ്പോൾ അതുകൊണ്ട് ബ്രഹ്മമുഹൂർത്തത്തിൽ ഒരു ക്ലാസ് എടുത്ത് നോക്കുന്നത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രഹ്മമുഹൂർത്തം അല്ലാന്ന് എനിക്കറിയാം, പക്ഷേ എൻ്റെ ബ്രഹ്മമുഹൂർത്തത്തിലാണ് ഞാൻ ഈ ക്ലാസ് എടുക്കുക. അപ്പം ഈ ക്ലാസ് കൊണ്ട് നിങ്ങളെക്കാട്ടും ഗുണം എനിക്ക് ഉണ്ടാവണേ
എന്നാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. കാരണം ബ്രഹ്മമുഹൂർത്തത്തെ കുറിച്ച് തന്നെ അമ്മയെക്കുറിച്ച് പറയല്ലേ, അമ്മയെക്കുറിച്ച് പറയാനുള്ള അവസരം ഉണ്ടായി. എന്തായാലും ദേവി കേട്ട വാതി കേൾക്കാത്ത വാതി തഥാസ്തു പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഞാൻ ഇവരെ എണീക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി വെറുതെ ഒരു ടെസ്റ്റ് ഇട്ട് നോക്കിയതാണ്. അപ്പോൾ എനിക്കാണ് അത് കിട്ടിയത്. അപ്പം എന്തായാലും നമുക്ക് ഈ 10-45 ദിവസം നീണ്ടു നിൽക്കുന്ന സൗന്ദര്യലഹരി ഉപാസനയിലൂടെ സൗന്ദര്യലഹരിയുടെ കൃതികളിലൂടെ സഞ്ചരിക്കാം. മറ്റന്നാൾ ഞാൻ സൗന്ദര്യലഹരി എന്താണ് എന്നും സൗന്ദര്യലഹരിയുടെ പശ്ചാത്തലം എന്താണ് എന്നൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഇന്നൊരു ജനറൽ ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഇത്രയും കാര്യങ്ങൾ പറയാം എന്നാണ് വിചാരിച്ചത്. ഒരു മിനിറ്റ്. ആ അത് അടുത്ത ക്ലാസ് പറഞ്ഞാൽ പോരെ, ഇപ്പോഴെ പേടിപ്പിക്കേണ്ടവരെ. അതൊന്നുമില്ല. എല്ലാവരും ഒരു കാര്യം ചെയ്യണം. നമ്മളെ ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് നമ്മുടെ ശ്ലോകം കാണിക്കുന്നുണ്ടാവും ഇതിൽ. ആ ശ്ലോകം നിങ്ങളൊരു പുസ്തകത്തിൽ എഴുതിയെടുക്കണം. നിങ്ങളെ കൈകൊണ്ട് ടൈപ്പ് ചെയ്യല്ല, കൈകൊണ്ട് ഒരു പുസ്തകത്തിൽ എഴുതുക. അപ്പോൾ അതിനായിട്ടൊരു പുസ്തകം വാങ്ങണം. കഴിഞ്ഞ തവണ നമ്മൾ ചെയ്ത കാര്യമാണ്. അപ്പോൾ 100 ശ്ലോകങ്ങൾ കൈകൊണ്ട് എഴുതണം, നിങ്ങളെ കൈകൊണ്ട് എഴുതണം. അതൊരു പുസ്തകം വാങ്ങി അത് എഴുതി കയ്യിൽ വെക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതാണ് ചെയ്യാനുള്ളത്. ശരി, ഇത്രയും നിർദ്ദേശങ്ങളായിട്ട് പറയാനുള്ളൂ. ഇപ്പം നാളെ ഉണ്ടാവില്ല, മറ്റന്നാൾ നമുക്ക് സൗന്ദര്യലഹരിയുടെ നാളെ ഞാൻ വീട്ടിലേക്ക് യാത്ര ചെയ്യാം. ഇപ്പോൾ ഋതംബരയിലാണ് നമ്മുടെ ഒരു ക്യാമ്പ്, താരാ ക്യാമ്പിൻ്റെ ഒക്കെ അവസാനമായിരുന്നു. ആരോ ക്യാമ്പ് കഴിഞ്ഞ് പോകുന്ന ആൾ വഴിയിൽ വെച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഞാൻ കണ്ടു. ശരി, അപ്പം നമുക്ക് മറ്റന്നാൾ സൗന്ദര്യലഹരി ഉപാസന എന്താണ്, സൗന്ദര്യലഹരിയുടെ ക്രമം എന്താണ്, സൗന്ദര്യലഹരി എന്ന വാക്കിൽ ഒളിഞ്ഞിരിക്കുന്ന രഹസ്യാർത്ഥങ്ങൾ എന്താണ്, ഗുരുനാഥൻ എഴുതിയത് എന്താണ് എന്നൊക്കെ ഉള്ള വിഷയങ്ങൾ സംസാരിക്കാം. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമഃ ശിവായ.